പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ ഓരോ കുടുംബത്തെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലെ നിന്റെ കയ്യിരിക്കുന്ന എല്ലാ വസ്തുക്കളുടെ പ്രമാണങ്ങൾ കയ്യിലുണ്ടെങ്കിൽ എടുക്കുക, സർട്ടിഫിക്കറ്റുകളുണ്ടെങ്കിൽ എടുക്കുക, എവിടെയും കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ എടുക്കുക. ദൈവത്തിലെ നീ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നിന്റെ പാസ്പോർട്ടോ വിസയുടെ കോപ്പിയോ എയർ ടിക്കറ്റോ എന്താണ് നിന്റെ കയ്യിലുള്ളത്, ഇപ്പം എടുക്കുക. ദൈവത്തിലെ എവിടെയും കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് എടുക്കുക. കൃപാസനം മാതാവിനെ കാണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഞാനിപ്പോൾ നിന്നെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, സിവിൽ പോയിന്റ് കുറഞ്ഞതിൻ്റെ പേര് ജോലി കിട്ടാത്തവരുണ്ട്, ജപ്തിയാകാൻ പോകുന്നവരുണ്ട്. ആ പത്രങ്ങളെല്ലാം രേഖകളെല്ലാം നിന്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കാൻ പോവുകയാണ്. കർത്താവ്, രേഖകൾ കയ്യിലില്ല,
പക്ഷെ മനസ്സിൽ ആ രേഖ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പം എടുക്കാൻ പറ്റാത്ത ആ രേഖ എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് വിഷമിക്കുന്നവരുണ്ട്. കർത്താവേ, ആ രേഖ എവിടെയാണ് ഇരിക്കണത്? അവിടെ നിന്റെ തിരുമുറിവാർന്ന് വലത് കരുത്താൻ ആ രേഖയെ സ്പർശിക്കണമേ. മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു. അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് അത് നിറവേറാൻ കർത്താവ് അനുവദിക്കട്ടെ. കർത്താവ് ജോലി നഷ്ടപ്പെട്ടു പോരണവരെ, ഉപേക്ഷിച്ച് പോണവരെ, ആ രാജ്യത്ത് ജീവിക്കാൻ പറ്റാതെ പോണവരെ, പരീക്ഷ കൊണ്ട് പരീക്ഷയെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളെ, പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ മക്കൾ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങളത് മനസ്സിൽ ഓർക്കുക. പഠിക്കാൻ പറ്റാത്ത വിഷയങ്ങളുണ്ടെങ്കിൽ ലാപ്ടോപ്പ് എടുത്ത് കയ്യിൽ വെക്കുക. അച്ഛനായി ഈ നിമിഷം ആശീർവദിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ നിൻ്റെ എല്ലാ ജീവിത തടസ്സങ്ങളെയും, നീ ആഴ്ച നേരിടാൻ പോകുന്ന മുഴുവൻ ദോഷങ്ങളെ ഈശോനാമത്തെ ബന്ധിക്കുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാശ്വര നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 3 ദിവസങ്ങളിൽ നമ്മൾ വിശ്വാസ വളർച്ചയെക്കുറിച്ചാണ്, അതിൻ്റെ ഓരോ ഘടകങ്ങളെയാണ് പരിശോധിച്ചത്. ഇന്നും അതുതന്നെയാണ് സബ്ജക്റ്റ്. കാര്യം നമ്മൾ പഠിക്കുകയാണ് കർത്താവിനെ, നമ്മൾ പഠിക്കുകയാണ് വചനം, നമ്മൾ പഠിച്ചാണ് ഇപ്പോൾ വളരാൻ പോണത് കർത്താവിനെ. അപ്പം അതുകൊണ്ട് ആഴപ്പെടാനുള്ളൊരു സമയമാണിത്. ഇപ്പം ഈ നാലാമത്തെ ഘട്ടത്തിൽ നമ്മൾ കാണുന്നത് അപ്പോസ്തലന്മാർ ഈശോയോട് പറയുന്നുണ്ട്, എന്താണ്? ഞങ്ങളുടെ വിശ്വാസം എന്ന് പറഞ്ഞിട്ട് പറയും, അത് അങ്ങ് വർദ്ധിപ്പിക്കണമെന്ന് പറയും. അപ്പോൾ അവർ ഡയറക്റ്റായിട്ട് കാര്യം മനസ്സിലാക്കി. ഇപ്പോൾ ലൂക്ക 17:5 വായിച്ചേ. അപ്പോൾ അപ്പോസ്തലന്മാർ കർത്താവിനോട് പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അപ്പം നിങ്ങളോർക്കും അപ്പോസ്തലന്മാർ എന്താ വിശ്വാസം വർദ്ധിപ്പിക്കണം പറഞ്ഞ സാഹചര്യം നോക്കണം. വെച്ച് കഴിഞ്ഞാൽ ഈശോ പറഞ്ഞ് ഒരുത്തൻ നിങ്ങളോട് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം ക്ഷമിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞ് 70 പ്രാവശ്യം ക്ഷമിക്കണമെന്ന് പറഞ്ഞു. ആ മരണത്തോളം ക്ഷമിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പം അതൊരു ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള സബ്ജക്റ്റ് ആയത് കാരണം തങ്ങൾക്ക് അത് പറ്റത്തില്ല. കാരണം ഇവർ പഠിച്ചു വെച്ചിരിക്കുന്നത് കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലുമാണില്ല. അപ്പോൾ അതിന് അട്ടിമറിച്ചുകൊണ്ട് ആ പുസ്തകം മടക്കി വെച്ചുകൊണ്ടാണ് കർത്താവ് ദൈവരാജ്യത്തിൻ്റെ പ്രമാണങ്ങൾ പഠിപ്പിക്കുമ്പോൾ അപ്പോസ്തലന്മാർ പറയും, ഇതിനുള്ള മുതൽ മുടക്കാനുള്ള ആസ്തി ഭദ്രത ഞങ്ങൾക്കില്ല, ഞങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ക്ഷമിക്കണമെങ്കിൽ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അപ്പോൾ വിശ്വാസത്തിന് വേറൊരു എക്സ്പ്രഷൻ വരികയാണ് ഇവിടെ. എന്താണ്? ക്ഷമ. നമ്മൾ നേരത്തെ സംഭവം കണ്ടില്ല. ഞാൻ 2 Thessalonians 3:1 കണ്ടില്ലേ? വിശ്വാസം വളരുന്നതനുസരിച്ച് കൊണ്ട് പരസ്നേഹം വളരുന്നത് നമ്മൾ കണ്ടേ കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇപ്പോഴെന്താ പറയണത്? അന്ന് വിശ്വാസത്തിന് സ്നേഹമെന്നുള്ള ഒരു പേരുണ്ടായിരുന്നു. വിശ്വാസം വളർന്നിട്ട് അത് വേറെ രൂപങ്ങൾ സ്വീകരിക്കുകയാണ് ചെയ്യണത്. ഇപ്പോഴെന്താണ് വചനം പറയണത്? വിശ്വാസത്തിനെ വളർച്ച മുറ്റിയ പൂർണ്ണമാക്കിയ വിശ്വാസത്തിന് ക്ഷമയെന്നുള്ളൊരു പേരുണ്ടെന്നാണ്. അപ്പം നിനക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ നിനക്ക് വിശ്വാസമില്ലെന്നാണ് ദൈവം അസസ് ചെയ്യണത്. അല്ല നിനക്ക് വൈകാര്യമായിട്ട് അതിന് കഴിവില്ലെന്ന് അങ്ങനൊന്നുമല്ല, നിനക്ക് വെറുപ്പാണെങ്ങനൊന്നുമല്ല ദൈവം കണക്കാക്കണത്. അതൊക്കെ മനുഷ്യന്മാർ. നിനക്ക് ഒരാളെ ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവം അസസ് ചെയ്യണത് നിനക്ക് വിശ്വാസമില്ലെന്നുള്ളതാണ്. ഇതൊരു അപകടകരമായ കാര്യമാണ്. അപ്പോൾ ഉടമ്പടിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരെങ്കിലും ക്ഷമിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ അവിശ്വാസിയായ ദൈവദർശനത്തിൽ അവശേഷിക്കുകയാണ്. ഈ സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യണം. ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് ജെയിനി. ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്നു. ഞാൻ UK രജിസ്റ്റേർഡ് നഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ കൃപാസനത്തെക്കുറിച്ച് ആദ്യമായിട്ട് അറിയുന്നത് എൻ്റെ അനിയനിലൂടെയാണ്. അവൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് സ്റ്റുഡൻറ്റ് വിസയിൽ UK പോയ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നഴ്സായി 2 വർഷം ഹൈദരാബാദ് വർക്ക് ചെയ്തു. പുറത്തേക്ക് പോകാൻ ഒത്തിരി ട്രൈ ചെയ്തു. 3 പ്രാവശ്യം OET എഴുതി, കിട്ടിയില്ല.
അപ്പോഴും മമ്മിയൊക്കെ ഒന്ന് പറയായിരുന്നു ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കാൻ. പക്ഷേ ഞാനതിന് വലിയ മുൻകൈ ഒന്നും എടുത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് കുറേ ട്രൈ ചെയ്ത് കിട്ടാണ്ടായി കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു. പിന്നെ ലാസ്റ്റ് OET കിട്ടാണ്ടായി കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് കെയർ അസിസ്റ്റൻറ്റ് വിസയിലാണ് പോയത്. അതും 3-4 പ്രാവശ്യം ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് ഓഫർ ലെറ്ററൊക്കെ വന്ന് പിന്നെ മുന്നോട്ടൊരു പേപ്പർ വർക്ക് നടക്കാണ്ടായി. ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് മമ്മി ഒരു സ്ഥലത്ത് നിന്ന് നമ്പർ കൊണ്ടുവന്നിട്ട് വിളിക്കാൻ പറഞ്ഞു. അപ്പോഴും ഞാൻ വിളിച്ചൊന്നുമില്ല. പിന്നെ മമ്മി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് നിർബന്ധിച്ച് എന്നെ കൊണ്ട് വിളിപ്പിച്ചതാണ്. അങ്ങനെ വിളിപ്പിച്ച് ഇതായി കഴിഞ്ഞപ്പം ഞാൻ അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂ എനിക്ക് ശരിയായി. വിത്തിൻ 1.5 month ഞാൻ UK പോയി. അവിടെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു കൊച്ചിനെ പഠിപ്പിക്കണം എന്നുള്ളത്. അപ്പം മാതാവിൻ്റെയും ഈശോൻ്റെയും അനുഗ്രഹം കൊണ്ട് എനിക്കൊരു കൊച്ചിനെ BSc നഴ്സിംഗ് പഠിപ്പിക്കാനുള്ള അനുഗ്രഹം ഉണ്ടായിരുന്നു. അനുഗ്രഹം ലഭിച്ചു. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആ കൊച്ചിനെ. പിന്നെ ഫൈനൽ ഇയർ കൊച്ചായപ്പോഴേക്കും എനിക്കിങ്ങനെ ഫീസ് എൻ്റെ ഡ്യൂട്ടിയൊക്കെ കുറഞ്ഞു. അപ്പോൾ എനിക്ക് കൊച്ചിൻ്റെ ഫീസ് അടയ്ക്കാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടൊക്കെ നേരിട്ട് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ ആ കൊച്ചിന് കൊടുത്ത വാക്കാണ്, ഇനി എങ്ങനെ ഞാൻ ആ കൊച്ചിനെ പഠിപ്പിക്കുന്നതായി കഴിഞ്ഞപ്പം അതേ സമയത്ത് തന്നെ എൻ്റെ ഉള്ളിൽ നിന്ന് ആരും ഇങ്ങനെ പറയണ പോലെ നീ OET ചെയ്ത് പിന്നെ വീട്ടുകാർ നന്നായിട്ട് പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ എപ്പോഴും അച്ഛൻ്റെ വചനമൊക്കെ കേൾക്കുമായിരുന്നു. അപ്പോൾ അച്ഛൻ എപ്പോഴും പറയും നോട്ട് ബൈ മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറയുമ്പോൾ ആ വചനത്തിൽ മാത്രം വിശ്വസിച്ചിട്ട് ഞാൻ OET പോയി എഴുതി. അങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ബാക്കി എല്ലാ മോഡ്യൂളും കിട്ടി, ലിസണിങ് ഒഴിച്ച്. പക്ഷേ ലിസണിങ് എക്സാം ഹോളിൻ്റെ പ്രശ്നം കാരണം കൊണ്ട് സ്പീക്കറിൻ്റെ പ്രോബ്ലം കാരണം കൊണ്ടാണ് കിട്ടാണ്ടിരുന്നത്. അങ്ങനെ ഞാൻ അപ്പീലിന് പോയി കഴിഞ്ഞപ്പം അങ്ങനെ ആർക്കധികം കിട്ടാറില്ല. പക്ഷെ എനിക്ക് എല്ലാ മോഡ്യൂളും ഒന്നും കൂടി ഫ്രീ ആയിട്ട് എഴുതാനുള്ളൊരു അവസരം ലഭിച്ചു. അങ്ങനെ ഞാൻ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് എല്ലാ മോഡ്യൂളിനും ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഫുൾ B കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഒത്തിരി NHSലേക്ക് നഴ്സായിട്ട് കയറാൻ വേണ്ടി ഞാൻ ഒത്തിരി ട്രൈ ചെയ്തു. പക്ഷേ എനിക്ക് അവിടെ ഒന്നും കിട്ടണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ നാട്ടിൽ വന്ന് കല്യാണത്തിന് വന്നു കഴിഞ്ഞപ്പം എനിക്കൊരു കെയർ ഹോമിൽ നിന്നൊരു വേക്കൻസി വന്നു. 23 പൗണ്ട്. അവിടെ സാധാരണ NHSലൊരു നഴ്സിൻ്റെ സാലറി പെർ അവർ 17 പൗണ്ടായിട്ടാണ് മാക്സിമം കിട്ടുന്നത്. പക്ഷേ എനിക്ക് 23 പൗണ്ട് അവർ ഓഫർ ചെയ്തിട്ട് ജോലിക്ക് വേണ്ടി വിളിച്ചു. അപ്പോഴും കെയർ ഹോം ആയതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല കെയർ ഹോമിൽ പോകാനായിട്ട്. കാരണം മൊത്തം കെയർ ഹോമിൻ്റെ ഉത്തരവാദിത്തം നമ്മുടെ തലയിലായിരിക്കും. എന്നിട്ട് ഞാൻ പിന്നെ മാരേജേഴ്സിൻ്റെ ഇടയിലായതുകൊണ്ട് എനിക്ക് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ തിരിച്ച് UK ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെയും അതേ കെയർ ഹോമിലേക്ക് ഒന്നും കൂടി വന്നു കഴിഞ്ഞപ്പം അന്നൊരു പ്രാവശ്യം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാന്നുള്ള രീതിയിൽ അന്ന് മാതാവിനോട് ഇൻ്റർവ്യൂവിന് മുമ്പ് പറഞ്ഞിട്ട് പോയി. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ നിൻ്റെ ഇതാണെങ്കിൽ അത് നടക്കട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ചുമ്മാ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പക്ഷെ ഞാൻ അതിന് സെലക്റ്റായി. അങ്ങനെ എനിക്ക് ജോലി കിട്ടി. നല്ല ശമ്പളത്തോടു കൂടി തന്നെ എനിക്ക് ആ ജോലി കിട്ടി. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ആ സമയത്ത് UK-ലേക്കുള്ള എല്ലാ റിക്രൂട്ട്മെൻറ്റ്സും നിർത്തിവെച്ചു. അവിടെ തന്നെ ഉള്ളവർക്കായാലും ജോലി കിട്ടാനായിട്ട് അവർ 3 ലക്ഷം 4 ലക്ഷം രൂപയ്ക്ക് അഡ്വാൻസ് കൊടുത്താൽ അവർ നഴ്സുമാരെയാണ് എടുക്കണത്. പക്ഷെ എനിക്ക് അധികം പൈസയൊന്നും കൊടുക്കാണ്ട് തന്നെ മാതാവ് നല്ല സുരക്ഷിതമായിട്ടൊരു ജോലിക്ക് എനിക്ക് ശരിയാക്കി തന്നു. ഈ ജോലിക്ക് വേണ്ടി ഇതായി കഴിഞ്ഞപ്പോൾ ഞാൻ പഴയ ജോലി സ്ഥലത്ത് റിസൈൻ വെച്ച് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു എനിക്ക്. ഞാൻ റിസൈൻ വെച്ച് ജോലി ഇല്ലാണ്ട് ഒരാഴ്ച വീട്ടിലിരുന്നു. പക്ഷേ എനിക്ക് പുതിയ സ്ഥലത്തേക്കുള്ള വിസയൊന്നും അടിച്ചു വരാണ്ടിരുന്നു. അപ്പം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. പിന്നെ 33 പ്രാവശ്യം പ്രത്യക്ഷീകരണ പ്രാർത്ഥന എത്തിക്കും, കൊന്ത എത്തിക്കും. പിന്നെ അച്ഛൻ്റെ വചനങ്ങളും ധ്യാനമൊക്കെ നന്നായിട്ട് തീക്ഷ്ണഭക്തിയോടുകൂടി കൂടി ഇതൊക്കെ ആയി കഴിഞ്ഞപ്പം എനിക്ക് പെട്ടെന്ന് തന്നെ ജോലി ശരിയായി. അങ്ങനെ എല്ലാ പേപ്പർ വർക്കും ഓരോ സ്റ്റെപ്പും പോകുമ്പോഴും എനിക്ക് തടസ്സങ്ങളായിരുന്നു. പക്ഷെ ഓരോ സ്റ്റെപ്പിലും ഞാൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും മാതാവിനും സമർപ്പിച്ചിട്ട് പ്രാർത്ഥിച്ച് എനിക്കതൊക്കെ ലഭിച്ചു. പിന്നെ ഞാൻ ഓരോ എക്സാമിന് പോകുമ്പോഴും വിശുദ്ധ വസ്തുവായിട്ടുള്ള ഉപ്പും പിന്നെ തേനൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ പോകാറ്. പിന്നെ മാതാവിൻ്റെ ഈ കാശുരൂപ എപ്പോഴും ഞാൻ എക്സാമിന് പോകുമ്പോൾ കൊണ്ടുപോകും. അങ്ങനെ എല്ലാ എക്സാമും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ UK-ൽ ചെന്നതിന് ശേഷം എനിക്ക് പാസ്സാവാൻ പറ്റി. പിന്നെ ഉപ്പ് ഉപയോഗിച്ച് തുടങ്ങി ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും മമ്മിയാണ് ഉടമ്പടി എടുത്തത്. ഞാൻ ഓൺലൈൻ ഉടമ്പടി മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ മമ്മി ഇവിടുന്ന് ഉപ്പ് അയച്ചെന്ന് അത് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് എന്നും തുമ്മലായിരുന്നു, ഭയങ്കര അലർജി ആയിരുന്നു. ഒരു 10-30 പ്രാവശ്യം ഞാൻ എനിക്കുമ്പോൾ കൂട്ടിപ്പിടിച്ച് തുമ്മും. പിന്നെ ആ തുമ്മൽ ഇതുവരെ അങ്ങനെ എനിക്ക് ഡസ്റ്റ് അലർജിയോ എത്ര ഡസ്റ്റിൽ പോയാലും ഇപ്പോൾ അത്ര തുമ്മലോ ഒന്നും വരാറില്ല. 1-2 പ്രാവശ്യം ഞാൻ തുമ്മും. അതിൽ കൂടുതൽ എനിക്ക് അങ്ങനെ അലർജി വന്നിട്ടില്ല. അത് അമ്മ മാതാവ് വഴിയാണ് എനിക്ക് അനുഗ്രഹം ലഭിച്ചത്. പിന്നെ എനിക്ക് PCOD ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ വന്ന് സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് PCOD ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നാട്ടിൽ വന്ന് ഞാൻ UK-ൽ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു, ഞാൻ നാട്ടിൽ വന്നിട്ട് സാക്ഷ്യം പറയാം,
PCOD മാറ്റിത്തരാണെങ്കിൽ പിന്നെ എനിക്ക് ജോലിയൊക്കെ ശരിയാക്കി തരാം. അങ്ങനെ ഇപ്രാവശ്യം വന്ന് ഞാൻ 2 ദിവസം മുമ്പ് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് PCOD ക്ലിയറായി. ഒരു കുഴപ്പമില്ല. എൻ്റെ യൂട്രസിൻ്റെ തിക്നെസ് ഇങ്ങനെ കട്ടി കുറവായിരുന്നു. പക്ഷെ ഇപ്പം അതൊന്നും ഒരു പ്രശ്നമില്ലാണ്ട് മാതാവ് അത് മാറ്റി തന്നു. പിന്നെ എൻ്റെ അലർജി രോഗം മാറി. ജോലിയിലും ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു എനിക്ക്. പക്ഷെ അതെല്ലാം മാറ്റി തന്ന ഓരോ സ്റ്റെപ്പും. എല്ലാ ദിവസവും ജോലിക്ക് ഞാൻ പോണത് ഉപ്പ് കഴിച്ചുകൊണ്ടാണ്. വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയ്ക്ക് ചൊല്ലിയിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് പോണേ. കാരണം ഭയങ്കര പ്രഷറുള്ള ജോലിയാണ്. അത്ര ഉത്തരവാദിത്വവും കാര്യങ്ങളൊക്കെയാണ്. അപ്പം പക്ഷേ ഒരു കുഴപ്പമില്ലാണ്ട് ബാക്കിയുള്ള ഫ്ലോറിൽ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞാൻ ഡ്യൂട്ടിയിലുള്ള ദിവസം ഒരു പ്രശ്നമില്ലാണ്ട് ശരിക്കും ഇങ്ങനെ കൈവെള്ളയിൽ താങ്ങിക്കൊണ്ട് നടക്കണ പോലെ മാതാവിനെ കാത്തുകൊണ്ട് നടക്കണേ. അതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് മമ്മി എനിക്ക് ഇവിടുന്ന് പേപ്പർ കൃപാസനം പത്രം അയച്ചു തരാറുണ്ട്. അപ്പം ഞാൻ അവിടെ കൊടുക്കും. പിന്നെ പറ്റാവുന്ന ദിവസത്തിലൊക്കെ പള്ളിയിൽ പോകും. പിന്നെ മമ്മി എന്നെ ഉടമ്പടിയിലൊക്കെ ഇങ്ങനെ ഭയങ്കര ഇതാണ്. മമ്മി ഇങ്ങനെ ഇടയ്ക്ക് അയച്ചു തരും ആർക്കെങ്കിലൊക്കെ ഇങ്ങനെ ധനസഹായം ചെയ്യാനോ എന്തിനൊക്കെ. അപ്പം എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ചെറിയ ധനസഹായവും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ മാതാവിന് കൊടുത്ത വാക്കുപോലെ തന്നെ ഞാൻ ഇപ്രാവശ്യം വന്ന് ഇന്ന് ഞാനിവിടെ ഉടമ്പടി എടുത്തു. തീർത്ഥാടന ഉടമ്പടി. ഈശോയോടും മാതാവോടും കൂടുതൽ ചേർന്ന് നിന്ന് വിശ്വാസപരമായ ജീവിതം നയിക്കാൻ വേണ്ടി ഞാൻ ഇന്ന് ഉടമ്പടി എടുത്തു. ഈ അനുഗ്രഹങ്ങളൊക്കെ ചെറുതും വലുതുമായിട്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ ഞാൻ പറയാൻ മറന്നു. ഒത്തിരി അനുഗ്രഹങ്ങളുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് ഈശോയിലൂടെ നേടിത്തന്നിട്ടുണ്ട്. ഈ ഉടമ്പടിയിൽ നിലനിൽക്കുന്നതിനും പ്രാർത്ഥനയിൽ ജീവിതത്തിലൂടെ നയിച്ചതിലും അതിനൊക്കെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 29-ാം അധ്യായം 14-ാം തിരുവചനം. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. ജെയിനി എന്ന ഈ മകളുടെ വളരെ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നമ്മോട് ഏറ്റുപറഞ്ഞത്. ഈ മകൾ ഓൺലൈൻ ഉടമ്പടി എടുത്ത് വളരെ പ്രത്യാശയോടെ പ്രാർത്ഥിച്ചപ്പോൾ അവർക്കുണ്ടായ വലിയ അത്ഭുതങ്ങളെക്കുറിച്ചാണ് മകളിവിടെ ഏറ്റുപറഞ്ഞത്. കാരുണ്യ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടാണ് ജെയിനി ഒരു വലിയ നമ്മോടെപ്പോഴും ജോസഫ് അച്ഛൻ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ കാര്യമാണ്, നിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് എന്താണ്? പരിശുദ്ധമായ ഈ അൾത്താരയിൽ നമുക്ക് കയറി നിൽക്കാനുള്ള ഒരു വലിയ അനുഗ്രഹം ലഭിക്കുന്നത് തന്നെ ഈശോയുടെ ഇൻവെസ്റ്റ്മെൻ്റ് കൊണ്ടാണെന്ന് അച്ഛൻ നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നുണ്ട്. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോഴായാലും ജോസഫ് അച്ഛൻ പറയാറുണ്ട്, എൻ്റെ 40 വർഷത്തെ വിശുദ്ധ ദിവ്യബലിയുടെ യോഗ്യതയാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അച്ഛൻ ആ ആസ്തി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് നാം ഓരോരുത്തരെയും ബ്ലസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ജെയിനിക്ക് ഇവിടെ പറയാനുള്ളത്, ജെയിനി ഒരു ആസ്തി ഇട്ടത് ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നപ്പോൾ ഒരു കുഞ്ഞിനെ ഞാൻ നഴ്സിംഗ് പഠിപ്പിച്ചോളാം എന്ന് നേർന്നുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഓൺലൈൻ ഉടമ്പടി ചെയ്തുകൊണ്ടിരുന്നത്. നാട്ടിൽ നിന്ന് എപ്പോഴും കൃപാസനം പത്രങ്ങൾ അവിടേക്ക് UK വരുത്തുകയും അതുപോലെ തന്നെ വളരെ നിബന്ധനാപൂർവമായ അച്ഛൻ്റെ ധ്യാനങ്ങൾ കേൾക്കുകയും എപ്പോഴും ജപമാലയിൽ ആശ്രയിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെ ആശ്രയിച്ചുകൊണ്ട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ന്യൂസിലാൻഡിൽ നിന്ന് UK-യിൽ ഇന്ന് മകൾക്ക് ജോലി ലഭിച്ചതായി, വളരെ പെട്ടെന്ന് എല്ലാ പ്രോസസ്സിങ്ങും അവസാനിച്ച് ജോലി ലഭിച്ചതായി സാക്ഷ്യപ്പെടുത്തുന്നു. മറ്റൊരു പ്രത്യേകത ഈ സാക്ഷ്യത്തിനുള്ളത്, ഒരു കെയർ ടേക്കറായി എനിക്ക് ജോലി ചെയ്യാൻ താല്പര്യമില്ല, വളരെ സങ്കടത്തോടെ പ്രാർത്ഥിച്ചെങ്കിലും പരിശുദ്ധ അമ്മ മുൻപേ നടന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചതിൻ്റെ ഒരു അടയാളം കൂടിയാണിത്. ഈ മകൾ പറയുന്നുണ്ട്, അവിടെ നേഴ്സസിനുള്ള എല്ലാ അപ്പോയിൻമെൻറ്റും ഫ്രീസായിക്കൊണ്ടിരുന്നപ്പോൾ ഈ മകൾക്ക് കെയർ ടേക്കറായി ജോലി ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് പരിശുദ്ധ അമ്മ കണ്ടത്. ആ ഒരു നിലമൊരുക്കുകയും ഈ മകളുടെ എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും മാറ്റി അവരുടെ ജീവിതത്തെ അവിടെ യഥാസ്ഥാനപ്പെടുത്തുകയും ചെയ്തതായി മകൾ സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇവിടെ നിന്ന് അമ്മ അയച്ചു കൊടുത്ത നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ചപ്പോൾ വളരെ പെട്ടെന്ന് തൻ്റെ ജീവിത അസ്വാസ്ഥ്യങ്ങളും വളരെ കാലമായിട്ടുണ്ടായിരുന്ന അലർജിയും PCOD എല്ലാ അസുഖങ്ങളും വളരെ പെട്ടെന്ന് സൗഖ്യപ്പെട്ടു എന്നുകൂടി മകൾ ഏറ്റുപറയുന്നുണ്ട്. നമ്മുടെ ആസ്തി നമുക്കെപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാം. ഈശോയെ സ്നേഹിക്കുന്നതിൻ്റെ അളവുകോൽ നമുക്കെപ്പോഴും ആ മാനദണ്ഡം എത്രമാത്രമാണ്, എനിക്ക് ഈശോയെ സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടോ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ലഭിക്കാൻ മാത്രം എൻ്റെ ജീവിത വിശുദ്ധി
ഉന്നതമാണോ, നല്ലതാണോ എന്ന് നമുക്ക് എപ്പോഴും നമ്മുടെ വിശുദ്ധ കുമ്പസാരത്തിലൂടെയും ദിവ്യബലിയിലൂടെയും എല്ലാം നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഒരവസരം കൂടിയാണ് നമ്മുടെ ഉടമ്പടി. ഒരു പക്ഷേ നമ്മുടെ കാര്യസാധ്യതകളെല്ലാം ലാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതുകൂടി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഈശോയോട് കൂടുതൽ അടുക്കുവാനും സ്നേഹിക്കുവാനും വിശ്വാസ കൈമാറ്റം നടത്തുവാനുമുള്ള നമ്മുടെ തീക്ഷ്ണത വർദ്ധിക്കുന്നതിൽ നമുക്ക് എപ്പോഴും മാന്ദ്യം കൂടാതെ ഈശോയെ സ്നേഹിക്കാം. പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, സമയത്തും അസമയത്തും ദൈവത്തെ സ്തുതിക്കുക, ആരാധിക്കുക, അവിടുത്തെ എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് നമ്മുടെ ഒരു വലിയ ആസ്തി. നമുക്കെപ്പോഴും ഈശോയോട് നന്ദി നിറഞ്ഞ ഹൃദയമാണ് എങ്കിൽ നമ്മുടെ ആസ്തി അത് വർദ്ധിക്കുകയാണ്. മറ്റുള്ളവരെ കരുണയോടുകൂടെ കാണുവാനും ഈശോയ്ക്ക് ദാഹിക്കുമ്പോഴും വിശക്കുമ്പോഴും നഗ്നനായി കാണുമ്പോഴും പരദേശിയായി കാണുമ്പോഴും എല്ലാം ഈശോയെ കാണുന്നത് പോലെ ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് നമുക്ക് ഏറ്റുപറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈശോ നമ്മോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. ഈശോയുടെ നാമം നമുക്കെപ്പോഴും പ്രഘോഷിച്ചുകൊണ്ടിരിക്കാം. ജയനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ല ഒരു കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് ഈശോയ്ക്ക് തന്നെ ഈ ആൾത്താരിൽ വന്ന് സാക്ഷ്യം പറയാൻ അവസരം തന്ന അമ്മ മാതാവിനും അവിടുത്തെ തിരുക്കുമാരനും ഒരു കോടി നന്ദി പറയുന്നു. എൻ്റെ പേര് നികിത പോൾ. ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിലെ അമ്പുനാട് ഇടവകയിൽ നിന്നാണ്. ഞാൻ 2024 BSc നഴ്സിംഗ് എയിംസ് ന്യൂഡൽഹിയിൽ നിന്ന് പാസ് ഔട്ട് ആവുന്നത്. ഞാൻ എയിംസിൽ പഠിച്ചതുകൊണ്ട് തന്നെ ഒരു സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ജോലി ചെയ്യണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അങ്ങനെ ഞാൻ ജിപ്മർ പോണ്ടിച്ചേരിയിലുള്ള റിട്ടേൺ എക്സാം 180 റാങ്കോട് കൂടി ഞാൻ പാസ്സായി. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സ്കിൽ ടെസ്റ്റ് ആയിരുന്നു. സ്കിൽ ടെസ്റ്റ് എന്നെ സംബന്ധിച്ച് ഭയങ്കര ടെൻഷനും ഭയങ്കര ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് ഞാൻ കടന്നു പോയത്. ഞാൻ ഫുൾ ബ്ലാങ്ക് ഔട്ടായി പോയി അവിടെ ചെന്നപ്പോൾ തന്നെ. അങ്ങനെ സ്കിൽ ടെസ്റ്റ് വളരെ മോശം എക്സ്പീരിയൻസിലൂടെ തന്നെയാണ് ഞാൻ കടന്നു പോയത്. ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം റിട്ടേൺ ടെസ്റ്റ് ഭയങ്കര നല്ല റാങ്കോട് കൂടി പാസ്സാവുകയും ജസ്റ്റ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ക്രോസ് ചെയ്യേണ്ട സ്കിൽ ടെസ്റ്റ് ഞാൻ പരാജയപ്പെടുകയും ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ എൻ്റെ മമ്മി പറഞ്ഞു ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എയിംസിൽ നിന്ന് പാസ് ഔട്ട് ചെയ്തുകൊണ്ട് തന്നെ എയിംസിൽ പഠിച്ച് ഇറങ്ങിയവർക്ക് അവിടെ കോൺട്രാക്ച്വൽ ജോബിന് അപ്ലൈ ചെയ്യാമായിരുന്നു. ആ ആഴ്ച തന്നെ എനിക്ക് തിരിച്ച് ഡൽഹിയിലേക്ക് പോകേണ്ടത് കൊണ്ട് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്താണ് ഞാൻ ഡൽഹിയിലേക്ക് പോയി കോൺട്രാക്ച്വൽ ജോബിന് ഞാൻ ജോയിൻ ചെയ്യുന്നത്. പക്ഷേ ഞാൻ അവിടെ ചെന്ന് എനിക്ക് ഉടമ്പടിയിലുള്ള ജീവിതപ്രകാരം എനിക്ക് ജീവിക്കാനൊന്നും സാധിച്ചില്ല. ഞാൻ നന്നായി ഉഴപ്പിയെന്ന് ഞാൻ പറയാം. അങ്ങനെ ജോലിയും അടുത്ത എയിംസിലേക്കുള്ള എൻട്രൻസ് എക്സാമിന് വേണ്ട പഠനവും രണ്ടും കൂടി മാനേജ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചില്ല. ഞാൻ അങ്ങനെ ജോബ് റിസൈൻ ചെയ്തു. ഞാൻ തിരിച്ച് നാട്ടിൽ മെയ്യിൽ വന്നു. ആ ആഴ്ചയിൽ തന്നെ ഞാനും മമ്മിയും ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുകയുണ്ടായി. 2025 മെയ് 26 ഞാൻ തീർത്ഥാടക ഉടമ്പടി എടുത്തു. അങ്ങനെ തീർത്ഥാടക ഉടമ്പടി എടുത്തതിന് ശേഷം എന്നിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് ഞാൻ ദിവസേന ദിവ്യബലി കൂടും. പിന്നെ രാവിലെ 5:30 പ്രാർത്ഥന മുടങ്ങാതെ ഞാൻ ചെല്ലും. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞാൻ എന്നും കേൾക്കും. അങ്ങനെ ഒരു ദിവസം ജോസഫ് അച്ഛൻ ഡെയിലി ബ്രെഡിൽ പറഞ്ഞു, ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളിൽ ഇന്ന് 43-ാമത്തെ ദിവസം നിങ്ങൾക്ക് ഒരു വെളിച്ചം തരുമെന്ന് ഒരു ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറയുകയുണ്ടായി. ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ വചനങ്ങൾ തിരുവചനം ബൈബിള് ഞാൻ എല്ലാ ദിവസവും എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ, കാരണം ഞാൻ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ബൈബിള്. എനിക്ക് കിട്ടുന്ന സമയം ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ടെൻഷനൊക്കെ വരുമ്പോൾ ഞാൻ ബൈബിൾ എടുത്താണ് ആദ്യം വായിക്കുന്നത്. അങ്ങനെ എയിംസിൻ്റെ എൻട്രൻസ് എക്സാം 2 സ്റ്റേജായിട്ടാണ്. ഒന്ന് പ്രിലിമിനറി എക്സാമും 2 മെയിൻസ് എക്സാമും. എനിക്ക് 2 എക്സാമിനും എനിക്ക് കിട്ടിയത്, ഞാൻ മാതാവിനോട് ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു, എനിക്ക് എക്സാമിന് പോകുമ്പോൾ നീ എനിക്കൊരു അടയാളം കാണിച്ചു തരണമെന്ന്. അങ്ങനെ എൻ്റെ 2 എക്സാമിൻ്റെ സെൻറ്ററും മാതാവിൻ്റെ പേരിലുള്ള സെൻറ്ററായിരുന്നു.
അങ്ങനെ പ്രിലിമിനറി എക്സാം നല്ല പെർസെൻറ്റേജോട് കൂടി എനിക്ക് പാസ്സാവാൻ സാധിച്ചു. ആ ഒരാഴ്ചയ്ക്കുള്ളിലാണ് മെയിൻസ് എക്സാം വരുന്നത്. മെയിൻസ് എക്സാമിൻ്റെ സമയത്ത് എനിക്ക് മൊത്തം എൻ്റെ ഫുൾ ടോപ്പിക്സ് ഒന്നും കവർ ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല. എങ്കിൽ പോലും എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു. ഞാൻ പഠിക്കാനിരിക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഞാൻ ഇവിടെ നിന്ന് ലഭിച്ചിരുന്ന വിശുദ്ധ തൈലം എൻ്റെ നെറ്റിയിലും അതുപോലെ തന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ബുക്കുകളിലും ഞാൻ തേക്കുമായിരുന്നു. കൂടാതെ ഉപ്പും എൻ്റെ ബുക്കിൻ്റെ പേജുകളിൽ ഞാൻ വിതറി പഠിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ മെയിൻസ് എക്സാം വന്നു. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. മെയിൻസ് എക്സാം നമുക്ക് 45 മിനിറ്റ്സിൽ 40 ക്വസ്റ്റ്യൻസ്, അങ്ങനെ 160 ക്വസ്റ്റ്യൻസാണ് മൊത്തം വരുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എക്സാമിൻ്റെ മൊത്തത്തിൽ. ആക്ച്വലി എനിക്ക് എക്സാം ഭയങ്കര ടഫായിരുന്നു. എക്സാം ഏകദേശം തീരാറായി. ലാസ്റ്റ് 5 മിനിറ്റ്സിൽ ഞാൻ മാതാവിനോട് എൻ്റെ മനസ്സിൽ ഞാൻ ചോദിച്ചു, മാതാവ്, ഞാൻ ഇത്ര പ്രാർത്ഥിച്ചിട്ടും നീ എന്തുകൊണ്ട് എൻ്റെ എക്സാം ഇത്ര ടഫാക്കി തന്നു? എനിക്ക് ഭയങ്കര, കാരണം ജോലിയെല്ലാം റിസൈൻ ചെയ്ത് വന്നാണ് ഞാൻ പഠിക്കാൻ ഇവിടെ ഇരുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചു. ഒരു 1 മിനിറ്റിനുള്ളിൽ എൻ്റെ സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായി പോയി. ഞാൻ പേടിച്ചു. ഞാൻ ചുറ്റും നോക്കിയപ്പോൾ ബാക്കി എല്ലാവരുടെ സിസ്റ്റം ഓണാണ്, എൻ്റെ മാത്രം സിസ്റ്റം ഓഫായിപ്പോയി. എൻ്റെ പേടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്ത 160 ക്വസ്റ്റ്യൻസും സേവ് ചെയ്തത് പോയിട്ടുണ്ടാകുമോ, അതായിരുന്നു എൻ്റെ ആകെയുള്ള ടെൻഷൻ. ഒരു 10 to 15 സെക്കൻഡ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ സിസ്റ്റം ഓണായി. ദൈവഭാഗ്യത്തിൽ വേറെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പക്ഷേ എക്സാം ടഫായതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞു, പ്രതീക്ഷയൊന്നും വേണ്ട. അങ്ങനെ ഒരാഴ്ചയ്ക്കുള്ളിൽ എൻ്റെ റിസൾട്ട് വരികയായി. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് വലിയ ഹോപ്പൊന്നും ഉണ്ടായിരുന്നില്ല, വീട്ടുകാർക്കായിരുന്നു മൊത്തം ഹോപ്പ്. ഞാൻ അന്ന് വൈകിട്ട് പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന കഴിഞ്ഞ് തിരിച്ച് ഞാൻ വന്നപ്പോൾ എൻ്റെ മൊബൈലിൽ ഒരു 10-20 മിസ് കോള്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വിളിച്ച് ചോദിക്കുന്നു, എങ്ങനെയുണ്ട് എക്സാം? എനിക്ക് റിസൾട്ട് നോക്കാൻ പേടിയായിരുന്നു. ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹത്താൽ ഞാൻ റിസൾട്ട് നോക്കി. എനിക്ക് വളരെ നല്ലൊരു റാങ്ക്. ഞാൻ ജനറൽ കാറ്റഗറി ആയതുകൊണ്ട് തന്നെ ജനറൽ കാറ്റഗറിയിൽ ഇത്ര റാങ്കിനുള്ളിൽ കയറിയാൽ മാത്രമേ നമുക്ക് പോസിബിലിറ്റി ഉള്ളൂ ഒരു ജോലി ലഭിക്കുക എന്നുള്ളത്. വേറെ റിസർവേഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര നല്ല റാങ്കും എൻ്റെ റാങ്കിൽ 7 ഉള്ള ഒരു നമ്പറും കൂടി ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ഇത് മാതാവ് എനിക്ക് തന്നതാണ് എന്ന വിശ്വാസം എനിക്ക് വന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഓപ്ഷൻസ് എല്ലാം ചൂസ് ചെയ്തു. ഡൽഹിയിൽ പഠിച്ചതുകൊണ്ട് തന്നെ തിരിച്ചെനിക്ക് ഡൽഹിയിലേക്ക് പോകാൻ താല്പര്യമില്ലായിരുന്നു. അവിടുത്തെ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ എനിക്കറിയാം. വീടിനോട് കൂടുതൽ അടുത്ത് സൗത്ത് ഇന്ത്യയിലുള്ള ഒരു എയിംസ് ചൂസ് ചെയ്യാനായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അങ്ങനെ ഞാൻ വെച്ചതിൽ എൻ്റെ 3rd ഓപ്ഷനായ എയിംസ് മംഗളഗിരി, അതായത് ആന്ധ്രയിലുള്ള എയിംസ്, എനിക്കിഷ്ടപ്പെട്ട ഒരു എയിംസ് ആയിരുന്നു. എനിക്ക് അവിടെ നിന്നും എനിക്ക് ഓഫർ ലെറ്റർ January 1 എനിക്ക് ലഭിച്ചു. ഈ വരുന്ന ഞായറാഴ്ച ഞാൻ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. ഇത്രയും തന്ന ദൈവത്തിനും തിരുക്കുമാരനും മാതാവിനും 1000 കോടാനുകൂടി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തു വരുന്നിരുന്നത്, ഞാൻ ഇവിടെ നിന്ന് എനിക്ക് ലഭിച്ചിരുന്ന പത്രങ്ങൾ എന്നിൽ കൊണ്ടാകുന്ന രീതിയിൽ ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്തിരുന്നു. കൂടുതൽ ഞാൻ കൊടുത്തിരുന്നത് മറ്റ് അക്രൈസ്തവരായുള്ള ആളുകളിലേക്കാണ്. അധികമൊന്നും എനിക്ക് പ്രേക്ഷിത പ്രവർത്തനം എന്ന് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല, എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ. കാരുണ്യ പ്രവൃത്തികളായിട്ട് ചെയ്തു വരുന്നിരുന്നത്, ഞാൻ പൊതിച്ചോറിനുള്ള പണം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു നഴ്സായതുകൊണ്ട് ഞാൻ കുറച്ച് നാൾ വർക്ക് ചെയ്തതുകൊണ്ടും എൻ്റെ മുൻപിൽ വരുന്ന രോഗികൾക്ക് എന്നെ കൊണ്ടാകുന്ന സഹായങ്ങളും നല്ല രീതിയിലുള്ള സർവീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വൃദ്ധസദനത്തിന് അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ ഒരു ദിവസത്തെ മുഴുവൻ ഭക്ഷണത്തിന് വേണ്ടിയുള്ള പൈസയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും തന്ന ദൈവത്തിനും മാതാവിനും അവിടുത്തെ തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. ജോഷ്വ ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും.
നിഖിത പോൾ എന്ന ഈ മകൾ എയിംസിൽ തനിക്ക് നേഴ്സായി ജോലി ലഭിച്ചതിൻ്റെ സാക്ഷ്യമാണ് നമ്മളോട് പങ്കുവച്ചത്. എയിംസ് നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവിടെ ജോലി ലഭിക്കുക എന്നത് ഏറ്റവും ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ളതും ഏറ്റവും സ്കിൽഡായിട്ടുള്ള കുട്ടികൾക്കാണ് അവിടെ ജോലി ലഭിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ മകളുടെ ആ വാക്കുകളിൽ മകൾ കടന്നുപോയ പരീക്ഷയുടെ കാഠിന്യത്തെയും അതെത്ര കണ്ട് മകളുടെ സാധാരണ സാധ്യതകളെ ഇല്ലാതാക്കും വിധമുള്ള പ്രയാസത്തെയും ഒക്കെ മകൾ സൂചിപ്പിച്ചു. അമ്മ മാതാവിൻ്റെ ഉടമ്പടിയിൽ പൂർണ്ണമായി ശരണപ്പെട്ട് ഉടമ്പടി നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ച് പഠനം മുഴുവനും മുൻപോട്ട് കൊണ്ടുപോയി പരീക്ഷയുടെ അവസരത്തിലും ഉടമ്പടി നേർച്ചവസ്തുക്കൾ, ഉടമ്പടി തൈലം, ഉടമ്പടി ഉപ്പ് എന്നിവ ഉപയോഗിച്ചുകൊണ്ട് ദൈവികമായ സംരക്ഷണയിൽ വിശ്വാസത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് അമ്മ മാതാവിൻ്റെ സവിശേഷമായ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ പരീക്ഷ എഴുതിയതിൻ്റെ സാക്ഷ്യമാണ് മകൾ ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുന്നത്. അമ്മയുടെ ഈ പ്രത്യക്ഷീകരണത്തിനെ സഭ ഏറ്റെടുത്ത് അംഗീകരിക്കുന്നത് വരെയും അമ്മയുടെ കൂടെ ആവശ്യമാണ്. തൻ്റെ മക്കൾ തന്നെ തേടി വരുമ്പോൾ തൻ്റെ തിരുക്കുമാരൻ്റെ അരികിൽ അവരെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് സഭയും ലോകവും ഇത് ആദരിച്ച് അംഗീകരിക്കുന്നതിന് തൻ്റെ ശക്തമായ സാന്നിധ്യവും തന്നിലൂടെ ലഭിക്കുന്ന ഈ അനുഗ്രഹങ്ങളെയും ഏറ്റെടുത്ത് സാക്ഷ്യപ്പെടുത്തുക എന്നത്. അതുകൊണ്ട് അമ്മയുടെ വലിയ പ്രവൃത്തികൾ ചെയ്യുന്നൊരു കാലമാണിത്. നമ്മൾ തളർന്നും തകർന്നും അമ്മയുടെ അരികിലെത്തുമ്പോൾ അമ്മ തിരുക്കുമാരൻ നമ്മളെ കൊടുത്തുകൊണ്ട് ലോകത്തിൽ ഈ പ്രത്യക്ഷീകരണം ഏറ്റെടുത്ത് അംഗീകരിക്കപ്പെടുന്നതിന് വേണ്ടി വലിയ പ്രവൃത്തികളിലൂടെ നിരന്തരം ലോകത്തോടമ്മ സംസാരിക്കുകയാണ്. എളിയവരിലൂടെ, എളിയവരുടെ അധരങ്ങളിലൂടെ ലോകത്തോടമ്മ സംസാരിക്കുന്നു. ഞാൻ വിശ്വാസമില്ലാതെ അമ്മയെ തേടി വന്നു. അമ്മ എൻ്റെ കരം പിടിച്ചെൻ്റെ ജീവിതത്തിന് ഉറപ്പുള്ളതാക്കി. ഞാൻ തകർന്നെൻ്റെ കുടുംബം തരിപ്പണമായി ലഹരിക്കും മദ്യത്തിനും അടിമപ്പെട്ടുകൊണ്ട് ജീവിതം തകർന്ന് ഞാൻ ഈ ആലയത്തിലെത്തി. എൻ്റെ അമ്മ മാതാവിനെ നേർവഴിക്ക് നയിച്ച് എൻ്റെ ആത്മാവിനെ സൂക്ഷിച്ചുകൊണ്ട് ദൈവത്തിന് ഉടമപ്പെടുത്തി എൻ്റെ ജീവിതത്തെയും കുടുംബത്തെയും തിരികെ നൽകി. ഓരോ സാക്ഷ്യവും അത് തന്നെയാണ്. മകളും ഈ അൾത്താരയിൽ പറയുന്നുണ്ട്, എനിക്ക് പഠിപ്പും പ്രാപ്തിയുമുണ്ടെങ്കിലും ഈ പരീക്ഷ ജയിക്കുവാനുള്ള കഴിവില്ലെന്ന് എനിക്ക് മനസ്സിലായി. അത് ഞാൻ ജോലി രാജിവെച്ച് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോഴും ഇതിൻ്റെ വാസ്റ്റ് സിലബസും എന്ത് കടുകട്ടി ചോദ്യങ്ങളും കണ്ട് ഞാൻ തന്നെ ക്ലേശിച്ചിരുന്നു. പരീക്ഷയുടെ മണിക്കൂറുകളിലും ഞാൻ കടന്നുപോയത് അമ്മയെ ഇത്ര കണ്ട് വിളിച്ച് പ്രാർത്ഥിച്ചിട്ടും അമ്മ എന്നെ ഈ പരീക്ഷയ്ക്ക് പരാജയപ്പെടുത്തുകയാണോ, ഞാൻ തോറ്റുപോവുകയാണോ? മകളത് ആ മണിക്കൂറിൻ്റെ അവസാനം ചോദിക്കുന്നുണ്ട്, എനിക്കത് കിട്ടത്തില്ലേ എന്ന്. അതിനൊരടയാളം കിട്ടിയത് മകൾ പറഞ്ഞു, പെട്ടെന്ന് സിസ്റ്റം ഓഫായിപ്പോയി, ജീവിതം തീർന്നു നമ്മൾ കരുതി. എന്നാൽ പിന്നീട് തിരിച്ചു വരുമ്പോൾ ഒരു കുഴപ്പവുമില്ലാതെ അവൾ ചെയ്ത ഉത്തരങ്ങളൊക്കെ അവിടെ തന്നെ നിൽപ്പുണ്ടെന്ന് മകൾ ഏറ്റുപറയുന്നുണ്ട്. എനിക്ക് റാങ്ക് ലഭിച്ചപ്പോൾ അത് 7 എന്നൊരു അക്കത്തോടു കൂടി കിട്ടി. കാരണം അമ്മയുടെ അക്കമാണ് 7 എന്ന് നമ്മൾക്കറിയാം. അതുകൊണ്ട് എനിക്ക് ലഭിച്ചത് എൻ്റെ കഴിവ് കൊണ്ടല്ല, ഞാൻ എൻ്റെ ഓർമ്മ കൊണ്ടല്ല, ഞാൻ പഠിച്ച് മനഃപ്പാടമാക്കിയതിൻ്റെ സിദ്ധി കൊണ്ടല്ല, മറിച്ച് അമ്മയുടെ കൃപയാൽ, ഈശോയുടെ അനുഗ്രഹത്താൽ ഈ വിജയം നിനക്ക് തരുന്നുവെന്ന് അമ്മ അനുഗ്രഹിച്ച് നൽകിയ റാങ്കും പ്രതീക്ഷിച്ചതിൻ്റെ 10 ഇരട്ടി മികച്ച മാർക്ക് നൽകി മകളെ സഹായിക്കുകയും ജോലി മകൾക്ക് സുരക്ഷിതമാക്കുകയും ചെയ്തത് സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾ പറയുന്നുണ്ട്, ഞാൻ തിരഞ്ഞെടുത്തൊരിടം അതെനിക്ക് ആന്ധ്രയിലെ എയിംസ് എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. ഞാൻ അവിടെ ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചു. അമ്മ മാതാവിൻ്റെ 3rd ഓപ്ഷൻ അങ്ങനെ എനിക്ക് ജോലിക്കായി കണ്ടെത്തി നൽകുകയും ചെയ്തുവെന്ന. പ്രിയമുള്ളവരെ, നമ്മൾ കൊടുക്കുന്ന നിയോഗം എന്തുമാവട്ടെ, എത്ര കണ്ട് കുരുക്കുള്ളതാവട്ടെ, എത്ര കണ്ട് വൈകിയതാവട്ടെ, എത്ര കണ്ട് മറ്റാർക്ക് സഹായിക്കാനാവാത്തതാവട്ടെ, കൊടുക്കുമ്പോൾ ആ നിയോഗത്തിനൊപ്പം ഉടമ്പടിയുടെ ഒരു വൃത്തിയുള്ള ജീവിതം നയിക്കുവാൻ നമുക്ക് കടപ്പാടുണ്ട്. കാരണം ദൈവനാമത്തെ മഹത്വപ്പെടുത്തുക, ദൈവശരണത്തിൽ ജീവിക്കുക, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ആത്മാവിനെ ശുദ്ധതയോടുകൂടി സൂക്ഷിക്കുക. അതാണ് ഉടമ്പടിയിൽ നമ്മളിൽ നിന്നും ആവശ്യപ്പെടുന്നത്. ഉടമ്പടിയിൽ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഈ അടിസ്ഥാന ഘടകങ്ങൾ നമ്മുടെ ഭാഗത്ത് നമ്മളത് വിനയത്തിലും വൃത്തിയിലും ചെയ്തു കഴിയുമ്പോൾ ദൈവം പ്രവർത്തിക്കേണ്ടത് നമുക്ക് വേണ്ടി എത്ര കണ്ട് പ്രയാസമുള്ള ഇടത്തിലും പ്രവർത്തിച്ച് നമുക്ക് അനുഗ്രഹമാക്കുന്നത് അനുഭവിക്കുവാനാവും. അതിനുവേണ്ടി അമ്മ മാതാവ് മകനൊപ്പം നിന്ന് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത് വരെയും നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. മകൾക്ക് ലഭിച്ച വിജയത്തിന്, ജോലിക്ക്, ആത്മീയ ബോധ്യങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. എൻ്റെ പേര് റീനു. ഞാൻ അങ്കമാലിക്ക് അടുത്ത് മറ്റൊരു സെൻറ്റ് ആനീസ് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ കൃപാസനത്തെ പറ്റി ആദ്യമായിട്ട് കേൾക്കുന്നത് യൂട്യൂബിലെ ഒരു 9 മാസമുള്ള കുട്ടിയുടെ രോഗസൗഖ്യം കണ്ടുകൊണ്ടാണ്.
അതിനുശേഷം എൻ്റെ ഒരു ഫ്രണ്ട് ജിൻസി എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് ദുബായിൽ വർക്ക് ചെയ്യുന്നതാണ്. ആൾ കൃപാസനത്തിൻ്റെ പേജസ് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്നത് കണ്ടിട്ട് ആളോട് ചോദിച്ചാണ് കൂടുതൽ കൃപാസനം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അതിനുശേഷം കൃപാസനത്തിൽ ക്യാൻഡിൽ പ്രയേഴ്സ് ഇടുകയും റിട്രീറ്റ് കൂടുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 2020 ഞാൻ ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. അത് കഴിഞ്ഞ് ഇതുപോലെ ക്യാൻഡിൽ പ്രയേഴ്സും പ്രാർത്ഥനകളും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. 2023 ഏപ്രിലാണ് തീർത്ഥാടന ഉടമ്പടിയായിട്ട് എടുക്കുന്നത്. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് 2 ആഴ്ച മുമ്പ് എനിക്കുണ്ടായ അത്ഭുതകരമായ ഒരു രക്ഷപ്പെടലിനെ കുറിച്ചാണ്. ജനുവരി 4, 2026 രാത്രി 12 മണിക്ക് ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന കാറ് അങ്കമാലിക്കടുത്ത് വേങ്ങൂർ എന്ന സ്ഥലത്ത് വെച്ചിട്ട് ഒരു ടൂറിസ്റ്റ് ബസ്സുമായി ഇടിക്കുകയും കാറ് തകരുകയും ഞങ്ങൾ 6 പേരാണ് അതിലുണ്ടായിരുന്നത്. ഞാനും ഹസ്ബൻഡും എൻ്റെ 3 മക്കളും ഹസ്ബൻഡിൻ്റെ അമ്മയാണ് ഉണ്ടായിരുന്നത്. എല്ലാവരും രാത്രി ആയതുകൊണ്ട് ചെറിയൊരു മയക്കത്തിലായിരുന്നു. 11:51 വരെ ഞാൻ കണ്ണു തുറന്നിരുന്നതാണ്. അതിനുശേഷം ഹസ്ബൻഡ് പതിവില്ലാത്ത പോലെ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ സീറ്റൊന്ന് ഇറക്കിയിട്ട് കണ്ണടച്ച് കുറച്ച് നേരം കിടന്നോളാൻ പറഞ്ഞു. ഞാൻ ആദ്യം ഇങ്ങനെ ഇരുന്നുവെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ സീറ്റ് ഇറക്കിയിട്ട് ഞാൻ കണ്ണടച്ചു. ഇൻഡിക്കേറ്റർ ഇടുന്ന സൗണ്ട് കേട്ടായിരുന്നു. അതിനുശേഷം എന്താ പെട്ടെന്ന് എനിക്ക് സംഭവിച്ചതെന്ന് അറിയില്ല. മാതാവ് എന്നെ മയക്കിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഞാൻ എഴുന്നേൽക്കുന്നത് അതിഭയാനകമായൊരു സ്ഫോടന സൗണ്ട് കേട്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. ഞാൻ നോക്കുമ്പോൾ ഈ ബസ് വന്നിട്ട് ഫ്രണ്ടിൽ വന്ന് പാഞ്ഞു വന്ന് ഇടിക്കണതാണ് ഞാൻ കണ്ടേ. ഒരു മല പോലെ എന്തോ വന്ന് ഫ്രണ്ടിൽ നിൽക്കണതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആ സമയത്ത് ഞാൻ ഹസ്ബൻഡിനോട് എപ്പോഴും ഞാൻ പറയാറ് കാറിൽ കയറുമ്പോൾ ചൈൽഡ് ലോക്ക് ഇടണമെന്ന്. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത് ഞാൻ അന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ മാതാവേ എന്ന് പറഞ്ഞ് വിളിക്കാൻ മാത്രമേ എനിക്ക് കഴിഞ്ഞുള്ളൂ. ഞാൻ അതിഭയങ്കരമായിട്ട് ഉച്ചത്തിൽ എൻ്റെ മാതാവേ എന്ന് വിളിച്ച് കരഞ്ഞപേക്ഷിച്ചു. ആ സമയത്ത് മാതാവ് അവിടെ ഇറങ്ങി വന്നു. ഞങ്ങൾക്ക് ആർക്കും ഒരു പോറൽ പോലും ഉണ്ടായില്ല. ആ വണ്ടി കിടക്കണ കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ ഒരു പോറൽ പോലും ഒരു തുള്ളി ചോര പൊടിയാതെ ഇറങ്ങാൻ സാധിച്ചു എന്ന് അവിടെ കണ്ടു നിന്ന് ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും LFO ഹോസ്പിറ്റലിലേക്ക് പോയി. എനിക്ക് ചെസ്റ്റിൽ ചെറിയൊരു ഡിസ്കംഫർട്ട് ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞ് CT സ്കാനും ഒക്കെ എടുത്തു. എല്ലാവരും എന്നെ ഭയങ്കര അത്ഭുതത്തോടു കൂടി നോക്കണ കണ്ടു. ആരിൽ നിന്ന് സംസാരിക്കണേ കണ്ടു. ഇത് കണ്ടപ്പോൾ എനിക്ക് എന്താണാവോ എന്തോ ഒരു പന്തികേട് ഫീൽ ചെയ്തായിരുന്നു. അതിനുശേഷം എൻ്റെ ഈ മോൾക്ക് എക്സ്റേ എടുത്ത് കഴിഞ്ഞപ്പോൾ നട്ടലിന് പൊട്ടലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ സമയത്ത് ആ ബെഡിൽ കിടന്നിട്ട് എൻ്റെ ഉടമ്പടി കാശുരൂപം കയ്യിലെപ്പോഴും കഴുത്തിലെപ്പോഴും ഉണ്ടാകും. ആ കാശുരൂപം പിടിച്ച് ഞാൻ മാതാവിനോട് വിളിച്ചപേക്ഷിച്ചു, ഒന്നും തന്നെ ഉണ്ടാവരുതേ മാതാവേന്ന്. അവർ കൺഫർമേഷന് വേണ്ടിയിട്ട് CT സ്കാന് കൊച്ചിനെ കൊണ്ടുപോയി. CT സ്കാൻ്റെ റിസൾട്ട് വന്നപ്പോൾ എക്സ്റേയിൽ കണ്ട ആ ഒരു പൊട്ടൽ അവിടെ ഇല്ല. അങ്ങനെ മാതാവ് അനുഗ്രഹിച്ചു. അതിന് ശേഷം നെക്സ്റ്റ് ഡേ ഒത്തിരി പേര് വീട്ടിൽ വന്നു. ഒത്തിരി ആൾക്കാരുകൾ വന്നു നമ്മളെ കാണാനായിട്ട്. ആ സമയത്ത് എല്ലാവരും വളരെ അത്ഭുതമായിട്ടാണ് എന്നെ നോക്കണത്. ഞാനപ്പോൾ ഇത് എന്താണാവൂന്ന് വിചാരിച്ചു. അപ്പം ഞാനങ്ങനെ കാറിൻ്റെ ഫോട്ടോസ് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പറയാം, നീ ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഒന്ന് നോക്ക് എന്ന്. അങ്ങനെ ഞാൻ ഫോട്ടോ എടുത്തവരുടെ അടുത്തുനിന്ന് ഫോട്ടോ ചോദിച്ചു വാങ്ങിച്ചു. അങ്ങനെ വാങ്ങിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കാണണത് വെറുതെ എല്ലാവരും എന്നെ അത്ഭുതത്തോടു കൂടി നോക്കിയതെന്ന്. ഞാനിരുന്ന ആ സൈഡാണ് തകർന്നു പോയേക്കണേ. എൻ്റെ ആ സൈഡ് ഡോറില്ല. എനിക്കറിഞ്ഞൂടാ ഞാൻ എങ്ങനെ അതിൽ ഒരു അനക്കവും തട്ടാണ്ടിരുന്നു എന്ന് എനിക്കറിഞ്ഞൂടാ. എൻ്റെ മാതാവും ഈശോ വന്ന് അവിടെ പിടിച്ചതാണ്. ഞങ്ങളുടെ ആരുടെയും ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി, എൻ്റെ ബോഡി ഫുൾ ചില്ലായിരുന്നു, ഒരു തുള്ളി ചോര പോലും പൊടിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഹസ്ബൻഡിൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ 2 ഡ്രോപ്പ് ബ്ലഡ് തെറിച്ചതായിട്ട് കണ്ടായിരുന്നു. അപ്പം ഹസ്ബൻഡും അന്വേഷിച്ച് കിടക്കായിരുന്നു ഇതെവിടെ നിന്ന് ബ്ലഡ് വന്നു എന്ന്. എങ്ങും ആരുടെ മേത്തും ബ്ലഡില്ല. ഞാൻ ഇന്ന് ഉറച്ച് വിശ്വസിക്കുന്നു, ഞാനിവിടെ നവംബർ 5-ാം തീയതി ഉടമ്പടി പുതുക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ 6 നിയോഗങ്ങളും എഴുതി കുറേ നേരം വെറുതെ ഇരുന്നു. 512ാമത്തെ ടോക്കണായിരുന്നു കിട്ടിയത്. ആ ലാസ്റ്റ് നിമിഷം 512 വിളിക്കണതിൻ്റെ ഒരു 5 മിനിറ്റ് മുമ്പ് ഞാൻ അതിൻ്റെ അടിയിൽ എഴുതി
അങ്ങേ തിരുക്കുമാരൻ്റെ തിരുരക്തത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധ അമ്മയുടെ നീലമേലങ്കിയുടെ സംരക്ഷണവും എനിക്കും എൻ്റെ കുടുംബത്തിനും ഉറപ്പാക്കണമെന്ന്. ആ ഒരു ഉറപ്പാണ് അവിടെ മാതാവ് ഞങ്ങൾക്ക് തന്നത്. ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു ആളുടെ ഷർട്ടിൽ കണ്ട ബ്ലഡ് ഈശോയുടെ തിരു രക്തമാണെന്ന് ഞാൻ ഇന്ന് വിശ്വസിക്കുകയാണ്. അത് ഇന്നും എവിടെ നിന്നാന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടെ. ആരുടെ മേലും പൊട്ടിയിട്ടില്ല, ഒരു പോറലൂല, ആർക്കും ഒരു കുഴപ്പവുമില്ല. അതിന് ശേഷം ഞാൻ ഈ ഫോട്ടോസ് ഇരുന്ന് കാണുമ്പോൾ അതിൽ പരിശുദ്ധ അമ്മയുടെ ഒരു ചിത്രം തെളിഞ്ഞു വന്നതായിട്ട് കണ്ടു. ഞങ്ങളുടെ കാറിൽ അങ്ങനെ മാതാവിൻ്റെ ഒരു സ്റ്റിക്കറോ ഒന്നുമില്ല, പക്ഷേ പരിശുദ്ധ മാതാവിൻ്റെ ഒരു ചിത്രം അതിൽ തെളിഞ്ഞു വന്നിരുന്നു, ഒരു ഫേസും ഉണ്ടായിരുന്നു. ഇത് കണ്ട് ഒത്തിരി പേരുടെ വിശ്വാസം വർദ്ധിക്കാനിടയായി. അതിന് മാതാവ് ഞങ്ങളെ ഒത്തിരി അനുഗ്രഹിച്ചു. ഇതാണ് ആ ഫോട്ടോ. ഇത് എത്ര പേർക്ക് അത് ക്ലിയർ ആവേണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതുപോലെ ഒരു ഫേസ് ഉള്ള ഒരു ഫോട്ടോവും കൂടിയുണ്ട്. ഞാനിവിടെ സിസ്റ്ററെ കാണിച്ചായിരുന്നു. അതുപോലെ അടുത്തതായിട്ട് ഞാനിവിടെ കൃപാസനത്തിൽ വരുന്നത് വീട്ടിൽ ആരും അറിയാണ്ടാണ് ആദ്യമായിട്ട് ഇവിടെ വരണത്. അതിനുശേഷം എൻ്റെ ഈ മോൾക്ക് 1.5 വയസ്സുള്ളപ്പം പല്ലുകൾ പൊടിഞ്ഞു പോണ ഒരു അസുഖം ഉണ്ടായിരുന്നു. ഫ്രണ്ടിലെ 4 പല്ല് മരയിപ്പിക്കാതെ പച്ചക്കിട്ടിട്ട് അവളെ എൻ്റെ മടിയിൽ വെച്ച് റൂട്ട് കനാൽ ചെയ്യണത് ഞാൻ കണ്ടതാണ്. ആ സമയത്ത് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അന്ന് ഞാൻ ഇവിടെ കൃപാസനത്തിൻ്റെ പടിക്ക് വന്ന് നിന്ന് ഞാൻ ഇവളെയും കൊണ്ട് വന്നിട്ട് ഞാൻ പറഞ്ഞത്, എൻ്റെ മാതാവ് ഡോക്ടർ പറഞ്ഞത് എല്ലാ പല്ലിലേക്കും അത് സ്പ്രെഡാവുന്ന, മൂക്കിൻ്റെ അവിടേക്ക് ഇൻഫെക്ഷൻ കയറിയായിരുന്നു. ഇനി ഇതിലൊരു പല്ല് പോലും പൊടിഞ്ഞു പോകാൻ ഇടയാകരുതെന്ന്. അതുപോലെ തന്നെ ഞാൻ അന്ന് വന്നപ്പോൾ എങ്ങനെയാണ് അതുപോലെ സ്വിച്ചിട്ട പോലെ അതവിടെ നിന്നു. ഇപ്പം 8 വയസ്സാണ്. ഇന്ന് വരെ ഒരു പല്ലിനൊരു കേടോ ഒന്നും അടയ്ക്കാൻ പോകേണ്ട പോലും വന്നിട്ടില്ല. അത് പരിശുദ്ധ അമ്മയുടെ വലിയൊരു അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുപോലെ എൻ്റെ ഈ 2 മക്കൾ ട്വിൻസാണ്. ഇവർ 3 പേര് ഓരോ വയസ്സ് ഗ്യാപ്പുള്ളൂ. എനിക്ക് ആ സമയത്ത് ജോലിക്കൊക്കെ പോവാൻ പോസിബിൾ അല്ലായിരുന്നു. ഞാനപ്പോൾ എപ്പോഴും ഇവിടെ ഉടമ്പടി എടുത്തപ്പോൾ പറയുമായിരുന്നു, എൻ്റെ മക്കളുടെ കാര്യം നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി എനിക്ക് മാതാവ് നൽകി അനുഗ്രഹിക്കണമെന്ന്. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് സ്കൂൾ ടീച്ചറായിട്ട് കിട്ടുകയും അങ്ങനെ ജോലി റെഡിയാവുകയും ചെയ്തു. പിന്നെ ഇതുപോലെ സ്റ്റിറോയിഡ്സിൻ്റെ ഉപയോഗം മൂലം എൻ്റെ പ്രൈവറ്റ് ഏരിയാസിൽ 2 വർഷത്തോളമായിട്ട് ഡോക്ടേഴ്സ് പോലും പല മെഡിസിൻസും തന്നിട്ട് ഹീലാവാണ്ട് ഭയങ്കര ചൊറിച്ചിൽ, അലർജി ഉണ്ടായിരുന്നു. അത് പരിശുദ്ധ അമ്മ എടുത്ത് മാറ്റി, ഞാൻ പോലും അറിയാതെ അതെടുത്ത് മാറ്റി. അതുപോലെ ഓൺലൈൻ ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഒരു ബാഗിൽ നിന്ന് മണ്ണ് മാറ്റായിരുന്നു ചെടി നടാനായിട്ട്. ആ സമയത്ത് എല്ലാ മണ്ണും ഞാൻ വാരി ലാസ്റ്റ് ഒരു കൈ മണ്ണ് മാത്രമേ ബാക്കി നിൽക്കേ. ഞാനത് കുനിഞ്ഞെടുക്കാൻ പോകുമ്പോൾ എൻ്റെ തലയ്ക്ക് എന്തോ ഒരു പ്രഷർ വന്നടിക്കണ പോലെ തോന്നി. ഞാനൊരു കാലും കൊണ്ട് ആ മണ്ണ് ചവിട്ടി. ഇപ്പം അതിൻ്റെ ഉള്ളിൽ ഒരു പഴയ ബാഗിൻ്റെ വള്ളി പോലെ എന്തോ ചുരുണ്ട് കിടക്കുന്നത് കണ്ടു. ഞാനത് എൻ്റെ കാലും കൊണ്ട് ഒരു ചവിട്ടി, പിന്നെയും ഒരു ചവിട്ടി. അത് രണ്ടാമത്തെ ചവിട്ടിലാണ് അത് ഇഴഞ്ഞ് നീങ്ങണമെന്ന് ഞാൻ കണ്ടത്. അത് നമ്മുടെ ഇവിടെ 4 ഇനം വിഷമുള്ള പാമ്പുകളിൽ വെച്ച് ഏറ്റവും വിഷമുള്ള ശംഖുവരയൻ എന്ന ഇനത്തിൽപ്പെട്ട ഒരു പാമ്പായിരുന്നു. അത് ഒന്ന് തൊടുപോലും ചെയ്തില്ല. അന്ന് എൻ്റെ ഈ മോൾക്ക് 3.5 വയസ്സുള്ളൂ. കൊച്ചന്ന് പറയാം മാതാവിൻ്റെ രൂപത്തിലേക്ക് നോക്കിയിട്ട്, അമ്മയെ മാതാവിൻ്റെ കാലിൻ്റെ കീഴിൽ ഒരു പാമ്പിനെ ചവിട്ടി പിടിച്ചേക്കുന്ന കണ്ടോ, അതുപോലെയാണ് അമ്മ അവിടെ നിൽക്കണ കണ്ടപ്പോൾ എനിക്ക് തോന്നിയെന്ന് അവൾ പറഞ്ഞു. അതൊക്കെ മാതാവിൻ്റെ സംരക്ഷണം. ഞാൻ ഒരുപക്ഷെ എൻ്റെ കൈ കൊണ്ട് വാരിയെങ്കിൽ അതൊന്നും ആയിരിക്കില്ല. എൻ്റെ മാതാവാണ് അതങ്ങനെ ചെയ്യാനായിട്ട് എനിക്ക് തോന്നിയത്. അതുപോലെ ഒത്തിരി ചെറുതും വലുതുമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് നടത്തി തന്നിട്ടുണ്ട്. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനമായിട്ടും കാരുണ്യ പ്രവർത്തികളായിട്ടും അനാഥാലയത്തിൽ ഒരു ദിവസത്തേക്കുള്ള ഭക്ഷണം കൊടുക്കാനുള്ള സംഭാവനകൾ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാനെപ്പോഴും പത്രം കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അറിയുന്നവരിലേക്ക് മാത്രമേ ഞാൻ കൊടുക്കാൻ ശ്രമിക്കാറുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പം എനിക്ക് പരിചയമില്ലാത്ത ഒത്തിരി പേരിലേക്ക്, പ്രത്യേകിച്ച് നോൺ കാത്തലിക് ആയിട്ടുള്ള ഒത്തിരി പേരിലേക്ക് അത് എത്തിക്കാൻ സാധിച്ചു. ഒരെണ്ണം പോലും ഇല്ലാതെ ഒക്കെ തീർന്നു പോയി, തികഞ്ഞില്ല എന്ന് പറയാം സത്യത്തിൽ. അതുപോലെ പ്രാർത്ഥനാ സഹായം വേണ്ടവർക്ക് അത് ചെയ്തു കൊടുക്കാറുണ്ട്. ഉടമ്പടി വസ്തുക്കൾ രോഗികളായിട്ടുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാറുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് പവിത എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ടിന് ഗുരുതരമായ ഒരു
ബുദ്ധിമുട്ടുണ്ടായി. ഞാൻ വീട്ടിൽ ഉടമ്പടി വസ്തുക്കൾ കൊണ്ട് കൊടുക്കുകയും ആളിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അതിൻ്റെ ഭാഗമായി രോഗസൗഖ്യം ഉണ്ടാവുകയും ചെയ്തു. ആളത് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നതാണ്. പിന്നെ അതുപോലെ എൻ്റെ സിസ്റ്ററിലോ ഓൾറെഡി ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയതാണ്. അങ്ങനെ ഒത്തിരി പേര് എന്നിലൂടെ കൃപാസനത്തിനെ പറ്റി പറയുവാനും ഇവിടെ ഒന്ന് ഉടമ്പടി എടുക്കാനും ഒത്തിരി സാധിച്ചിട്ടുണ്ട്. പിന്നെ ബൈബിൾ അരമണിക്കൂർ ഒന്നും ഞാൻ ആദ്യം വായിക്കുന്നല്ലാതെ അരമണിക്കൂറൊന്നും ഇരുന്ന് വായിക്കാറുണ്ടായില്ല. ഇപ്പം കൃത്യമായിട്ട് അങ്ങനെ ഒരു അനുഗ്രഹം ഉടമ്പടിയിലൂടെ എനിക്ക് നൽകി. അതുപോലെ എൻ്റെ മക്കളെ ഞാനങ്ങനെ വചനമൊന്നും പഠിപ്പിക്കാറുണ്ടായില്ല. പക്ഷേ ഇപ്പം എനിക്ക് ഒത്തിരി വചനങ്ങൾ എന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോഴും സ്കൂളിലേക്ക് പോകുമ്പോഴും വചനം ചൊല്ലിച്ചിട്ടാ ഞാൻ ഇറക്കാറുള്ളൂ. ഈ ആക്സിഡൻറ്റ് ഉണ്ടാവണം അന്നും ഞങ്ങൾ സങ്കീർത്തനം 17:8 എപ്പോഴും ചൊല്ലിച്ചിട്ടാ ഞാൻ ഇറക്കാറുള്ളൂ വരെ. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ ഞങ്ങളെ കാത്തുകൊള്ളണമേ, അങ്ങയുടെ ചിറകിഴിഞ്ഞെങ്കിൽ ഞങ്ങളെ മറയ്ക്കണമേ എന്ന വചനം ചൊല്ലിയിട്ടാണ് ഞങ്ങൾ അന്ന് അവിടെ നിന്ന് ഇറങ്ങിയത്. അതുപോലെ തന്നെ ഈശോ മാതാവും ഞങ്ങളെ ചേർത്ത് പിടിച്ചു. അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങളും പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി ഈ ആൾത്താരയിൽ വന്ന് നിന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ചതിനും ഈശോയ്ക്കും മാതാവിനും 1000 കോടാനുകോടി നന്ദി പറയുന്നു. സങ്കീർത്തനം 91 9 മുതൽ 12 വരെ തിരുവചനങ്ങൾ. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതിൽ നീ വാസമുറപ്പിച്ചു. നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിൻ്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിൻ്റെ വഴികളിൽ നിന്നെ കാത്തുപരിപാലിക്കുവാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിൻ്റെ പാദം കല്ലിൽ തട്ടാതിരിക്കുവാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. റീനു എന്ന ഈ സഹോദരി മക്കളോടൊപ്പം ചേർന്ന് പരിശുദ്ധമ്മയുടെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടി ആപത്കാലത്ത് എപ്പോഴും നമ്മളെ പൊതിഞ്ഞു സൂക്ഷിക്കുകയും ദൈവികമായ സംരക്ഷണം അനുഭവിക്കുവാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു ദൈവിക പദ്ധതിയാണ്. കാരണം ഉടമ്പടിയിലായിരിക്കുന്ന ഓരോരുത്തരും ഓരോ ദിവസവും ദൈവിക സംരക്ഷണയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ടാണ് ജീവിതം ആരംഭിക്കുന്നത്. അതുകൊണ്ട് അവിചാരിതമായി ആകസ്മികമായി ഉണ്ടാവുന്ന ഏതൊരു ജീവിത ക്ലേശത്തിലും അമ്മയുടെ നീലങ്കിയിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുവാനും ഈശോയുടെ സവിശേഷമായ സംരക്ഷണയിൽ ഭാരങ്ങൾ ലഘൂകരിച്ച് അത്ഭുതകരമായ വിധം നമ്മളെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ ദൈവികമായ സംരക്ഷണം അനുഭവിക്കുവാനും നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മകൾ പറയുന്നത്, ആ കാറിൻ്റെ ചിത്രവും അത് കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഡോറ് പോലും ആകെ ഉലഞ്ഞിരുന്ന ഇടത്ത് ആ മകൾ ഇരുന്ന ഭാഗത്താണ് വലിയ രീതിയിൽ അപകടം പറ്റിയതെങ്കിലും അമ്മ മാതാവ് യാതൊരു കുഴപ്പവുമില്ലാതെ അതിൽ സംരക്ഷിച്ചുവെന്ന് അമ്മ നൽകിയ ആ വലിയൊരു സംരക്ഷണത്തിനാണ് സന്തോഷത്തോടെ കുടുംബം നന്ദി പറഞ്ഞത്. അതോടൊപ്പം തന്നെ വന്ന രോഗക്ലേശങ്ങളിൽ ഏറെ വേദനിച്ച നാളുകളിൽ മരുന്നുകൊണ്ട് മാറാതിരുന്ന രോഗവിഷയങ്ങൾക്ക് അമ്മ മാതാവിൻ്റെ ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ പൂർണ്ണമായ സൗഖ്യവും ആരോഗ്യവും അസ്വസ്ഥതകൾ മാറ്റിക്കൊടുത്തതിനെയും മകൾ സാക്ഷ്യപ്പെടുത്തി. ഒരു പാമ്പിൻ്റെ മേൽ, അത് ശംഖുപരയിൽ നിന്ന് എടുത്തു പറയുന്നു, അതിൽ വിഷമുള്ള പാമ്പിൻ്റെ മേൽ 2 തവണ കാലുകൊണ്ട് ചവിട്ടിയിട്ടും അത് അപകടമൊന്നും പറ്റാതെ കാത്തതിനെയും മകൾ ഓർത്ത് നന്ദി പറയുകയാണ്. ജീവിതം നമ്മൾ പ്രതീക്ഷിക്കാത്ത ദുരിതങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തെ കാത്തുകൊണ്ട് സംരക്ഷിക്കുവാൻ, നമ്മുടെ ക്ലേശങ്ങളെ കുറച്ചു തരുവാൻ, നമ്മുടെ കുടുംബത്തിലുള്ള ഓരോരുത്തരെയും വിവിധങ്ങളായ ജീവിത പ്രതിസന്ധികൾക്ക് സംരക്ഷണവും സഹായവും തരുവാൻ അമ്മ മാതാവ് കാവലായും സംരക്ഷകയായും നമ്മോടൊപ്പമുണ്ടെന്നും ഈശോയുടെ അനുഗ്രഹങ്ങൾ നിരന്തരം ജീവിതത്തിൽ ചൊരിഞ്ഞുകൊണ്ട് അമ്മയുടെ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ച് ദിവസം ആരംഭിക്കുന്ന ഓരോരുത്തരെയും അമ്മ മാതാവ് നിരന്തരം കാക്കുന്നുവെന്ന് മകൾ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഓരോന്നും വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ അടയാളങ്ങളാണ്. നാം ഉടമ്പടി ഉപ്പ് ഉപയോഗിക്കുമ്പോഴാകട്ടെ, ഉടമ്പടി തൈലം ഉപയോഗിക്കുമ്പോഴാകട്ടെ, അമ്മയുടെ ആഗ്രഹത്തോടു കൂടി ശരണപ്പെട്ടൊരു പ്രാർത്ഥന സമർപ്പിച്ച് ഒരു യാത്രയ്ക്കോ പഠനത്തിനോ ജോലിക്കോ പോകുമ്പോഴാകട്ടെ, ഉടമ്പടി കാശുരൂപം ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുമ്പോഴാകട്ടെ, നമ്മൾ ദൈവികമായ സംരക്ഷണയിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ആ ദൈവികമായ സംരക്ഷണയിലുള്ള ഏൽപ്പിച്ചു കൊടുക്കലുകൾ നമുക്ക് ആപത്തിലെപ്പോഴും ഉപകാരപ്പെടുന്നു, സങ്കടങ്ങളിലെപ്പോഴും സമാധാനത്തിലേക്ക് നയിക്കുന്നു, കഷ്ടതകളിൽ നമുക്ക് പ്രത്യാശ പകരുകയും ചെയ്യുന്നു. അതിൻ്റെ സന്തോഷവും ദൈവം അമ്മ മാതാവിലൂടെ സഹായിച്ച അനുഗ്രഹത്തെയുമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ ഓർത്തു പറയുക. ഈ കുടുംബത്തിൽ ലഭിച്ച സംരക്ഷണത്തിനും
എല്ലാവരെയും കാത്തുപരിപാലിച്ചതിനും മറ്റ് ജീവിത വിഷയങ്ങൾ പരിഹരിച്ചു കൊടുത്തതിനും അമ്മ മാതാവിനും ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇവിടെ ആയിരിക്കാനായിട്ട് എന്നെ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒത്തിരിയേറെ നന്ദി പറയുന്നു. എൻ്റെ പേര് ലോബിന റോബിൻ. ഞാൻ ആലപ്പുഴ ജില്ലയിലെ മാന്നാർ എന്ന സ്ഥലത്തുനിന്ന് വരുന്നു. കാരിച്ചാൽ തിരുക്കുടുംബ ദേവാലയംഗമാണ്. ഇവിടെ ആയിരിക്കുമ്പോൾ ഒത്തിരിയേറെ നന്ദിയുണ്ട്. ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് 2019 കുഞ്ഞിനെ ഡെലിവറി ആയിട്ട് വണ്ടാനത്ത് ചെന്നപ്പോഴാണ് ആദ്യമായിട്ട് അറിയുന്നത്. അതിനുശേഷം 2021 കൊറോണ സംബന്ധമായ വാക്സിനേഷന് വേണ്ടി ചേർത്തലയിൽ വർക്ക് ചെയ്യുമ്പം ഇതുവഴി പാസ് ചെയ്തപ്പം ജസ്റ്റ് ഇവിടെ വന്നിട്ട് പരിശുദ്ധ അമ്മയുടെ കൂടെ ഇന്നിട്ട് ഒരു സെൽഫി എടുത്തിട്ടാണ് വീട്ടിലോട്ട് പോയത്. ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരുമെന്നൊരു പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. അതിനുശേഷം ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നത് 2023 നവംബർ 19 മോൻ്റെ സംബന്ധമായ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വന്നത്. എൻ്റെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയും. ഒരിക്കലും ഇന്ത്യ വിട്ട് പുറത്ത് പോകുമെന്നുള്ളൊരു ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മ തന്നെ, ഞാൻ അമ്മയോട് പറഞ്ഞു ഒരു കൃപാസനം പേപ്പർ കിട്ടിയപ്പോൾ, അമ്മേ ഇതിൽ അയർലൻഡ് എന്നുള്ളൊരു പേരുണ്ടെങ്കിൽ ഞാൻ അവിടെ അമ്മ എന്നെ അവിടെ എത്തിച്ചിരിക്കുമെന്ന് ഞാനിങ്ങനെ ഓർത്തു. അത് തുറന്നു നോക്കിയപ്പോൾ അയർലൻഡെന്ന് കണ്ടു. അതിനുശേഷം പ്രോസസ്സിങ് എല്ലാം പെട്ടെന്നായിരുന്നു. ഞാൻ അയർലൻഡിലേക്ക് പോയി. അവിടെ ചെന്നതിന് ശേഷമാണെങ്കിലും പരിശുദ്ധ അമ്മയുടെ വലിയൊരു അനുഗ്രഹം ഉണ്ടായിരുന്നു. നാടും വീടും ഒക്കെ വിട്ടു പോകുമ്പോൾ എല്ലാവരും പറയുമായിരുന്നു വിശുദ്ധ കുർബാനയും പ്രാർത്ഥനയും എല്ലാം മുടങ്ങിപ്പോകുമെന്ന്. പക്ഷെ അവിടെ നിന്ന് ചെന്നതിന് ശേഷം പരിശുദ്ധ അമ്മയുടെ ഭയങ്കര ഒരു സാന്നിധ്യം എനിക്ക് അനുഭവപ്പെട്ടു. എൻ്റെ തിരിയിലാണെങ്കിലും അമ്മ പ്രത്യക്ഷപ്പെടുകയും ആ തിരിയുടെ അകത്ത് തിരുഹൃദയം പ്രത്യക്ഷപ്പെടുകയും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുകയും ചെയ്തു. ഞാൻ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം നല്ല സുഗന്ധമായിരുന്നു. അതിനേക്കാൾ ഉപരി ഈ പ്രാവശ്യത്തെ ജപമാല റാലിക്ക് അയർലൻഡിൽ നോക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്. അവിടെ എനിക്കായിരിക്കുവാനും ജപമാലയൊക്കെ ലീഡ് ചെയ്യാനൊക്കെ ഉള്ളൊരു അനുഗ്രഹം അമ്മ തന്നു. ഇത്രയേറെ അനുഗ്രഹം അമ്മ എനിക്ക് തന്നു. അതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നാട്ടിലായിരിക്കുമ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീടിനടുത്തൊരു സ്റ്റാറുണ്ട്. ഞാൻ സ്റ്റാറിൽ നോക്കുമ്പം തറയിൽ ഇങ്ങനെ 4 എന്നുള്ളൊരു ഡേറ്റ് കാണുമായിരുന്നു. അന്നേരം എൻ്റെ ഹസ്ബൻഡിനോട് പറയുമായിരുന്നു മിക്കവാറും 4-ാം തീയതി ആയിരിക്കും ഞാൻ അയർലൻഡിന് പോകുന്നതെന്ന് പറയും. എന്നെ കളിയാക്കുമായിരുന്നു. അതിനുശേഷം ഒരു ദിവസം ഞങ്ങളുടെ വീടിനടുത്ത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഒരമ്മച്ചി വന്നിട്ട് എന്നോട് ചോദിച്ചു പപ്പടം വേണമെന്ന് ചോദിച്ചു. അന്നേരം ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ ഏറ്റുമാനൂർ പോവാണ്, എനിക്കിപ്പം പപ്പടം വേണ്ട, എന്നാലും ചേച്ചി പറഞ്ഞല്ലേ ഒരു പപ്പടം ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പപ്പടം എടുത്തുകൊണ്ടിരുന്നപ്പം ചേച്ചി വെച്ച് മോളെ കൊന്ത ചെല്ലുവാണോ, ദൈവം മോളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. അന്ന് ആ ചേച്ചി പോയ സമയത്ത് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ചേച്ചിയെ കാണാനില്ല. എനിക്ക് ഭയങ്കര അത്ഭുതമായി. കാര്യം ആ ചേച്ചി ധരിച്ചിരുന്നൊരു നീല സാരിയിൽ ഗോൾഡൻ ഡോട്ടായിരുന്നു. അന്നാണ് എന്നെ ഏജൻസി വിളിച്ച് പറഞ്ഞ് എൻ്റെ വിസ വന്നെന്ന്. ഞാൻ വിസ കിട്ടി, ഞാൻ തുറന്നു നോക്കിയപ്പോൾ അതിൽ 4 എന്നുള്ള ഡേറ്റിലാണ് എനിക്ക് വിസ അടിച്ചിരിക്കുന്നത്. പരിശുദ്ധമ്മയ്ക്ക് ഒത്തിരി നന്ദി പറഞ്ഞു ഞാൻ. അതുപോലെ അയർലൻഡിലായിരിക്കുമ്പോൾ ഞാനിങ്ങനെ മാധവനോട് പറയും മാധവേ എനിക്ക് അമ്മയുടെ ഒരു പ്രസൻസ് തരുമോ എന്ന് പറയുമ്പോൾ ഞാൻ മിക്കവാറും മഴവിൽ കാണാറുണ്ട്, ചെറിയ മഴവിൽ. അത് വലുതായിട്ട് വന്ന് അങ്ങനെ ഒത്തിരി ഞാൻ കണ്ടിട്ടുണ്ട്. അത് അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും തിരുക്കുമാരനും ഒത്തിരിയേറെ നന്ദി പറയുന്നു. അതുപോലെ പ്രേക്ഷിത പ്രവൃത്തി എന്ന് പറയുന്നത്, ഞാൻ നാട്ടിലായിരിക്കുമ്പോഴും അയർലൻഡിൽ പോയപ്പോഴെല്ലാം പത്രം മേടിച്ചിട്ട് ഞാൻ അവിടെയുള്ള പള്ളികളിലും കൂട്ടുകാർക്കും ഒക്കെ കൊടുക്കുമായിരുന്നു. അതുപോലെ അച്ഛൻ്റെ സ്റ്റാറ്റസൊക്കെ, അച്ഛൻ്റെ ഡെയിലി ബ്രെഡൊക്കെ ഞാൻ സ്റ്റാറ്റസ് ആക്കുകയും കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഐറിഷുകാരോട് ഞാൻ ഈശോയെക്കുറിച്ച് പറയുമായിരുന്നു, പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയും, ലോക്കറ്റൊക്കെ കൊടുക്കുമായിരുന്നു. വലിയ ഒരമ്മച്ചി വയ്യായിരുന്നു, അമ്മച്ചിക്ക് എണ്ണിക്കാൻ വയ്യായിരുന്നു. ഇങ്ങനെ മാധവനെക്കുറിച്ച് പറഞ്ഞ ശേഷം ലോക്കറ്റ് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു എണ്ണിക്കാൻ പറഞ്ഞപ്പം ആ അമ്മച്ചി എണ്ണിറ്റു. ആ വീട്ടുകാർക്കെല്ലാം ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ കൃപാസനമാനെക്കുറിച്ച് ഞാൻ പത്രം അവർക്കെല്ലാം കൊടുക്കുകയൊക്കെ ചെയ്തു. അതുപോലെ കാരുണ്യപ്രവൃത്തി എന്ന് പറയുമ്പം എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ആരെങ്കിലും എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊക്കെ ചെയ്യുമായിരുന്നു. നാട്ടിൽ ഞാൻ വന്നത് ജനുവരി 10-ാം തീയതിയാണ്. ഞാൻ എയർപോർട്ടിൽ നടന്ന് വരുന്ന വഴിക്ക് ഞാൻ ഇവിടെ കയറി, കുടുംബമായിട്ട് കയറി മാധവനെ കണ്ടിട്ടാണ് വീട്ടിലോട്ട് പോയത്. 11-ാം തീയതി മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. അവളെയും കൊണ്ട് ചങ്ങനാശ്ശേരിക്കടുത്ത് ഒരു കുഞ്ഞുങ്ങളുടെ ഒരു സ്ഥലത്ത്, കയ്യും കാലും ഒന്നും ഇല്ലാത്ത കുഞ്ഞുങ്ങളുടെ സ്ഥലത്ത് പോയി കേക്ക് കട്ട് ചെയ്യും, അവരോട് സന്തോഷമായിട്ടിരിക്കുകയും ചെയ്തു. അമ്മയുടെ പ്രത്യക്ഷ സാക്ഷിയായിട്ട് എന്നുമായിരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അമ്മയുടെ സാന്നിധ്യത്താൽ അമ്മ എന്നെ നടത്തിയ നിമിഷങ്ങൾ ഒരു നന്ദി വരുന്നു. ഇവിടുത്തെ എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രാർത്ഥിച്ചാൽ ഒരിക്കലും ഉപേക്ഷിക്കാത്ത
ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നുള്ളൊരു വലിയൊരു സന്തോഷമാണ് ഞാനിവിടെ ഇന്നിവിടെ ആയിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. മാതാവിനെ എനിക്ക് എൻ്റെ കയ്യിൽ ഏറ്റുവാങ്ങാൻ പറ്റി. എൻ്റെ കയ്യിൽ 3 കിട്ടിയത്, 111. അന്നേരം ഞാനിങ്ങനെ പറഞ്ഞു, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് 3 പേര് ഒന്നാണല്ലോ, അന്നേരം അമ്മയെ എനിക്ക് കിട്ടുമായിരിക്കും എന്ന് ചുമ്മാ മനസ്സ് വിചാരിച്ചുള്ളൂ. ശരിക്കും അമ്മയെ എനിക്ക് കിട്ടി. അമ്മയുടെ സ്നേഹവും സാന്നിധ്യം എന്നും നമ്മുടെ എല്ലാവരുടെയും കൂടെ ഉണ്ട്. അമ്മ ഒറ്റൊരാഗ്രഹം മാത്രമേ, എൻ്റെ കുടുംബം മൊത്തം എന്നും ഈശോയുടെ സാക്ഷ്യം, സുവിശേഷത്തിൻ്റെ സാക്ഷ്യം, പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷണത്തിൻ്റെ സാക്ഷ്യമായി തീരാനായിട്ട് ആഗ്രഹിക്കുന്നു. അമ്മ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി ആവേ മരിയ. ദൈവത്തിന് 107 സങ്കീർത്തനം 23-24 തിരുവചനങ്ങൾ. ചിലർ സമുദ്രവ്യാപാരം ചെയ്യാൻ കപ്പലുകളിൽ പുറപ്പെട്ടു. അവർ കർത്താവിൻ്റെ പ്രവൃത്തികൾ ആഴിയിൽ അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങൾ കണ്ടു. നമ്മുടെ ജീവിതത്തിലുടനീളം ഉടമ്പടിയെടുക്കുമ്പോൾ നമ്മുടെ ജീവിതം ഒരു അത്ഭുതമായി നാം തന്നെ നോക്കിക്കാണുന്നത് പല സാക്ഷ്യങ്ങളിലൂടെ, ഒട്ടുമിക്കവാറും എല്ലാ സാക്ഷ്യങ്ങളിലും നാം കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് ജീവിതം ഒരു അത്ഭുതമായി പരിശുദ്ധ അമ്മ നമ്മുടെ അടുത്തേക്ക് സഞ്ചരിച്ചുകൊണ്ട് നമ്മുടെ കൂടെ നടക്കുന്ന ഒരു വലിയ ജീവിത സാക്ഷാത്കാരമായിട്ടാണ് നാം ഓരോ സാക്ഷ്യവും കേൾക്കുന്നത്. ലൊബീന എന്ന ഈ മകൾ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഒട്ടും തന്നെ സ്വപ്നം കാണാൻ പോലും സാധിക്കാതിരുന്ന ഒരു വലിയ ദേശത്തേക്ക്, അയർലൻഡ് എന്ന ഒരു ക്രിസ്ത്യൻ കൺട്രിയിലേക്കാണ് ഈ മകൾ ഇന്ന് ജോലിക്കായി പോകുന്നത്. വിസ കിട്ടുമോ എന്നുള്ള ഒരു വലിയ ആശങ്കയിൽ, വളരെ സങ്കടത്തിലെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ മകൾക്ക് തന്നെ 4 എന്ന ഒരു ഡേറ്റ്, ഒരക്കം കാണിച്ചു കൊടുത്തുകൊണ്ടാണ് അമ്മ ഒരു അഷുറൻസ് കൊടുത്തത്. നിൻ്റെ കൂടെ ഞാനുണ്ട്, ഞാനാണ് നിനക്ക് വേണ്ടി മാധ്യസ്ഥം ഉപേക്ഷിക്കുന്നത്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മേൻ്റെ അടുത്ത് വരില്ലല്ലോ, എനിക്ക് അങ്ങനെയുള്ള സ്നേഹലാളനം ഉണ്ടാകില്ലല്ലോ, എനിക്ക് അങ്ങനെ ഒരു വാത്സല്യത്തിന് ഇടയില്ലല്ലോ എന്നെല്ലാം ചിന്തിച്ചപ്പോൾ ലൊബീനയ്ക്ക് ലഭിച്ചത് ഒരു പപ്പടം വിൽക്കുന്ന ഒരു സ്ത്രീ നീല സാരിയൊക്കെ ഉടുത്ത് വന്ന് ഒരു അനുഗ്രഹം നൽകിക്കൊണ്ടാണ് അമ്മ അവിടെ നിന്ന് പെട്ടെന്ന് മാഞ്ഞുപോയതെന്ന് ലൊബീന കണ്ടെടുത്തു, വായിച്ചെടുത്തു. പരിശുദ്ധ അമ്മയും ഈശോയും നമ്മുടെ അടുത്ത് വരുന്നത് ഈശോ ചോദിക്കുന്ന ആ ഒരു ചോദ്യത്തിൽ തന്നെയാണ്. എനിക്ക് വിശക്കുന്നു, ദാഹിക്കുന്നു, എന്നിൽ നിന്ന് കുടിക്കുവിനെന്ന് പറഞ്ഞവൻ തന്നെ എനിക്ക് ദാഹിക്കുന്നു എന്ന് കുരിശിൽ കിടന്ന് നമ്മോട് വാവിട്ട് കരയുന്നത് നമുക്ക് കാണാം. ഈശോയുടെ ദാഹം മാറ്റാനും ഈശോയുടെ വിശപ്പ് മാറ്റുവാനും ഈശോയുടെ നഗ്നത മാറ്റുവാനും എല്ലാം നാം ഉടമ്പടിയെടുത്ത് പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് വളരെ വിശ്വസ്തരായിരിക്കാം. വിശ്വസ്തയോടെ ഉടമ്പടി നിബന്ധനകൾ പാലിക്കുന്നവർക്കെല്ലാം തന്നെ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നമ്മുടെ എല്ലാ ജീവിതഭാരങ്ങളും മാറ്റി അവിടുത്തെ സാമീപ്യം നൽകി ഈശോയുടെ ആ സ്നേഹം നമുക്ക് ഉറപ്പായി നൽകി നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കുമെന്ന് ലോബീന ഉറച്ചു പറയുകയാണ്. ഉടമ്പടി എടുത്തപ്പോൾ ഈ മകൾക്കുണ്ടായിരുന്ന ഒരു വലിയ സങ്കടം കൂടി പരിശുദ്ധ അമ്മയെ അറിയിച്ചു. ഞാൻ ഏത് നാട്ടിൽ പോയാലും എനിക്ക് വിശുദ്ധ കുർബാന വളരെ അത്യാവശ്യമാണ്, വിശുദ്ധ കുർബാനയില്ലാതെ തനിക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല എന്നൊരു വലിയ സങ്കടം കൂടി പരിശുദ്ധ അമ്മയെ അറിയിക്കുമ്പോൾ ഈശോ തന്നെ വലിയ അനുഗ്രഹത്താൽ, അഭിഷേകത്താൽ ഈ മകളെ വിശുദ്ധ കുർബാനയ്ക്കും കുമ്പസാരത്തിനുമൊക്കെയായി മകളെ അനുഗ്രഹിക്കുന്നതായി നമുക്ക് കാണാം. നമ്മുടെ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ നമ്മുടെ പ്രയോറിറ്റി എന്താണോ അതനുസരിച്ചായിരിക്കും നമുക്ക് ലഭിക്കാനുള്ള അനുഗ്രഹങ്ങളുടെ വലിയ വലിപ്പങ്ങൾ. നമുക്ക് ഈശോയോടും പരിശുദ്ധ അമ്മയോടും എപ്പോഴും വിശ്വസ്തരായിരിക്കാം, ഉടമ്പടിയിൽ വിശ്വസ്തരായിരിക്കാം. നാം ആരെ കാണുമ്പോഴായാലും അതെല്ലാം ഈശോയെ കാണുന്ന കണ്ണുകളിലൂടെ നമുക്ക് നോക്കാനായി പരിശ്രമിക്കുകയും ചെയ്യാം. ഉടമ്പടി നന്നായി ജീവിക്കാം. നമുക്ക് ലൊബീനയ്ക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും, അതുപോലെ തന്നെ വിസ പ്രോസസ്സിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഇവിടെ ഇരുന്ന് വളരെ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും യുവാക്കൾക്കും വേണ്ടി ഈ സാക്ഷ്യം അവരുടെ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് റിജോ, ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മാതാവ് തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായിരുന്നു. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു, ഒരുപാട് പള്ളികളിൽ പോയി പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് ഫലമൊന്നും കണ്ടില്ല. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ ഒരു ഡോക്ടറെ പോയി കാണുകയും ഡോക്ടർ ജസ്റ്റ് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് നോക്കിയപ്പം അതിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും എൻ്റെ സ്പേമിനൊരു മൂവ്മെൻറ്റ് കുറവുണ്ട്, അത് മരുന്ന് കഴിച്ചാൽ മതി. ഞാൻ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്, അവിടുത്തെ ചൂടിൻ്റെ ഒക്കെ കൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നതെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ നിങ്ങൾ ഒരുമിച്ച് നിൽക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ നിൽക്കുക എന്നുള്ള രീതിക്ക് ഡോക്ടർ പറഞ്ഞു. കുറച്ച് മരുന്നുകളെല്ലാം തന്നു, അത് കഴിച്ചു. പക്ഷേ നമുക്ക് ഒരു ഫലം കണ്ടില്ല. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചു.
പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാനൊരു ദിവസം രാവിലെ എഴുന്നേറ്റ് വന്നപ്പം എനിക്ക് ഉടമ്പടി എന്ന് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, എടി ഇങ്ങനെ ഉടമ്പടി എന്ന് എനിക്ക് തോന്നുന്നു, നീ ഓൺലൈനിൽ ഉടമ്പടി എടുക്കുക എന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് അവൾ ഓൺലൈനിൽ ഉടമ്പടി എടുക്കുകയും അങ്ങനെ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു. 2024 ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. അത് കഴിഞ്ഞ് 2025 ജനുവരി 14 അവൾ കൺസീവ് ആകുകയും അതിൻ്റെ ഫലമായിട്ട് സെപ്റ്റംബർ 2025 9 ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ലഭിക്കുകയും ചെയ്തു. ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത്. അപ്പം ഞങ്ങൾക്ക് നേർച്ച വസ്തു ഒന്നും കിട്ടിയില്ല, ഞങ്ങൾ പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് നോർമൽ ഡെലിവറി അല്ലായിരുന്നു, സിസേറിയനായിരുന്നു. സിസേറിയൻ്റെ സമയത്താണ് ഡോക്ടർ മനസ്സിലാക്കിയത് കുഞ്ഞിൻ്റെ കഴുത്തിൽ കോഡിന് 4 പ്രാവശ്യം ചുറ്റിക്കിടപ്പുണ്ടായിരുന്നു. പക്ഷേ യാതൊരു കുഴപ്പവും കൂടാതെ ഞങ്ങളുടെ കുഞ്ഞിനെ കിട്ടി. പിന്നെ അതിനുശേഷം ഞങ്ങൾ അവിടെ വെച്ച് കൺസീവ് ആയതിനു ശേഷം ഞാനിവിടെ നാട്ടിൽ കൊണ്ട് വിടാൻ വേണ്ടിയിട്ട്, അവിടെ ഭയങ്കര എക്സ്പെൻസീവാണ് ഇത് പ്രഗ്നൻസിയൊക്കെ. അപ്പോൾ ഞാൻ നാട്ടിൽ കൊണ്ട് വിടാൻ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിൽ പോയിട്ട് വരാം എന്നുള്ള രീതിക്കായിരുന്നു ഞങ്ങൾ നിന്നിരുന്നത്. അത് ഞങ്ങൾ ആ തീരുമാനം മാറ്റുകയും ഞങ്ങൾ നേരെ ഇവിടെ കൃപാസനത്തിൽ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രേക്ഷിത ഉടമ്പടി എടുത്തിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് വീട്ടിലോട്ട് പോയത്. അതിനുശേഷം ഞങ്ങളിവിടെ വന്ന് ഉപ്പും എണ്ണയും എല്ലാം ഞങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ കിട്ടുകയും ചെയ്തു. യാതൊരു കുഴപ്പവും കൂടാതെ ഇപ്പം 4 മാസം ആയി ഞങ്ങളുടെ കുഞ്ഞിന്. യാതൊരു കുഴപ്പവും കൂടാതെ ഞങ്ങൾക്ക് കുഞ്ഞിനെ കിട്ടി. അതിന് 1000 നന്ദി പറയുന്നു. പിന്നെ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ഞാൻ ഇവിടെ കൺസീവ് ആകാതെ വന്നപ്പോൾ ഞാൻ ഇവിടെ അങ്ങ് കൊണ്ടുപോയായിരുന്നു, എൻ്റെ കൂടെ സൗദിയിൽ കൊണ്ടുപോയ സമയത്ത് ഞങ്ങൾക്ക് ആദ്യം വിസ കിട്ടിയത് 3 മാസത്തേക്കാണ്. അപ്പോൾ 3 മാസത്തിന് ശേഷം വിസ പുതുക്കണമെങ്കിൽ എക്സിറ്റ് പോയേ പറ്റൂ എന്നുള്ള രീതി വന്നു. അപ്പം ഞങ്ങൾക്ക് എക്സിറ്റ് പോകുന്ന ആ സമയത്ത് ഇവിടെ ക്യാരിങ് ആയി. അപ്പോൾ നമുക്ക് ട്രാവലിംഗ് ബുദ്ധിമുട്ടുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ച് അങ്ങനെ ഞങ്ങളൊരു ഏജൻറ്റ് ത്രൂ ഞങ്ങൾ 2ാമത് വിസ പുതുക്കി. അപ്പോഴും ഇവർക്ക് ശാരീരിക പ്രശ്നങ്ങളൊന്നും മാറാതെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് പിന്നെ അടുത്ത വിസയ്ക്ക് കാലാവധി തീർന്നു. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള അവസ്ഥയായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 5 മാസം ആകാതെ നമുക്ക് ട്രാവലിംഗ് അനുവദിക്കത്തില്ല, അപ്പോൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നുള്ള രീതിക്ക് ഞങ്ങൾ മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് 1 വർഷം വരെ ആ വിസ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുകയും ചെയ്തു. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഇവിടെ കൊണ്ടാക്കുകയും അതിൻ്റെ ഫലമായിട്ട് സുഖപ്രസവം നടക്കുകയും ചെയ്തത്. പിന്നെ ഞങ്ങൾക്ക് കുഞ്ഞുണ്ടായപ്പോൾ തൊട്ടേ ഞങ്ങൾക്കൊരാഗ്രഹമായിരുന്നു, ഇവിടെ കൺസീവ് ആയെന്ന് പറഞ്ഞപ്പോൾ തൊട്ടേ ഞങ്ങൾക്കൊരാഗ്രഹമായിരുന്നു എൻ്റെ അച്ചാച്ചനും അമ്മയും അവനെ മാമോദിസ മുക്കണമെന്ന്. എൻ്റെ അമ്മ ഒരു കിഡ്നി പേഷ്യൻ്റാണ്, ആഴ്ചയിൽ 2 ഡയാലിസിസ് ഉണ്ട്. അപ്പോൾ മാമോദിസയുടെ തലേദിവസം അമ്മയ്ക്ക് ഡയാലിസിസ് ഉള്ള ദിവസമായിരുന്നു. അപ്പോൾ അങ്ങനെ ഡയാലിസിസിന് പോയി. അമ്മയ്ക്ക് അവിടെ ഡയാലിസിസ് നടന്നുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് അമ്മയ്ക്ക് വല്ലാതെ ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു. അപ്പോൾ അഡ്മിറ്റ് ചെയ്യണം എന്നുള്ളൊരവസ്ഥ വന്നു. അങ്ങനെ വന്നു. പിറ്റേ ദിവസം മാമോദിസയാണ്. എന്ത് ചെയ്യണം എന്നുള്ള ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു. അപ്പം ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ശ്വാസം മുട്ടൽ അത് സ്റ്റേബിളാക്കാൻ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇൻ കേസ് നിങ്ങൾക്ക് കൊണ്ടുപോകണമെങ്കിൽ തന്നെ ഹോസ്പിറ്റലുകാർ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കത്തില്ല, നിങ്ങളുടെ ഓൺ റിസ്കിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കുഞ്ഞിൻ്റെ മാമോദിസയാണ്, ഞങ്ങൾക്ക് അമ്മയെ കൊണ്ടുപോയേ പറ്റൂ. ഞാൻ അതിനോട് ഒരുപാട് പ്രാർത്ഥിച്ചു. അതിനുശേഷം എൻ്റെ അമ്മ മാമോദിസയുടെ അന്ന് 12 മണി വരെയും ഹോസ്പിറ്റലിലാണ്. ഞാൻ പിന്നെ ഡോക്ടറെ പോയി കണ്ടു. ഞാൻ ഡോക്ടറോട് ചോദിച്ചു എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ. അപ്പോൾ ഡോക്ടർ നേഴ്സുമാരോട് പറഞ്ഞു അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് റിസൾട്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നതെന്നറിയത്തില്ല, പെട്ടെന്ന് തന്നെ എൻ്റെ അമ്മയുടെ ആരോഗ്യനില മെച്ചപ്പെടുകയും ഡോക്ടർ ഡിസ്ചാർജ് തരികയും ആ കറക്റ്റ് സമയത്ത് എൻ്റെ അമ്മ പള്ളി വന്ന് മാമോദിസ പങ്കെടുക്കുകയും യാതൊരു പ്രശ്നവും കൂടാതെ ആ ഫംഗ്ഷൻ കഴിയുകയും ചെയ്തു. പിന്നെ ഞാൻ കാരുണ്യപ്രവർത്തികളായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരുണ്യപ്രവർത്തികൾ ഞാൻ ഇവിടുന്ന് പത്രം മേടിച്ച് ഞാൻ വിതരണം ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ പള്ളിയിൽ പാവപ്പെട്ട ആൾക്കാർക്ക് ആഴ്ചയിൽ 1 പ്രാവശ്യം ഫുഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പത്രം കൊടുക്കാറുണ്ട്. എനിക്ക് തന്ന എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തും. സങ്കീർത്തനം 145 18 19 തിരുവചനങ്ങൾ. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. തൻ്റെ ഭക്തരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു. അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. റിജോ എബ്രഹാം എന്ന ഈ മകൻ തൻ്റെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു നിയോഗത്തെയാണ് അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത്.
വിവാഹശേഷം 5 വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ലാതെ ക്ലേശിച്ച ദമ്പതികൾ ഉടമ്പടി എന്ന് ആവർത്തിച്ച് തനിക്ക് സ്വപ്നത്തിൽ സന്ദേശം കിട്ടിയതനുസരിച്ച് അത് പങ്കാളിയോട് സംസാരിച്ച് കൃപാസനത്തെക്കുറിച്ചുള്ള അറിവും സന്ദേശവുമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓൺലൈൻ ഉടമ്പടി എടുത്ത് മക്കൾ അവരുടെ ജീവിതം അമ്മ മാതാവിന് സമർപ്പിക്കുന്നതാണ് സാക്ഷ്യപ്പെടുത്തിയത്. ഉടമ്പടി എടുത്ത് അല്പനാളുകൾക്ക് ശേഷം തന്നെ അവർക്ക് രണ്ടുപേർക്കും കാര്യമായ പ്രയാസങ്ങളൊക്കെ ഡോക്ടർമാർ പറയുകയും ഒത്തിരി ചികിത്സകൾ ചെയ്ത് അതൊക്കെ വിഫലമായി പോവുകയും ആകെ മാനസികമായി വിഷമത്തിലായിരിക്കുകയും ചെയ്തിരുന്ന നാളുകളിൽ അമ്മയുടെ സവിശേഷമായ സംരക്ഷണയാൽ ആ ഓൺലൈൻ ഉടമ്പടിയിൽ മകൾ ഗർഭിണിയാകുവാൻ ദൈവം അനുഗ്രഹിക്കുകയും അനുവദിക്കുകയും അതിലൂടെ ആരോഗ്യമുള്ള കുഞ്ഞിനെ ലഭിക്കുകയും ചെയ്തതിനെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയതാണ്. ഒത്തിരി മക്കൾ അവരുടെ ദാമ്പത്യ ജീവിതത്തെ അമ്മയുടെ അരികിൽ കൊണ്ടുവന്ന് നവീകരിക്കുകയും അവരുടെ ജീവിതത്തെ ദൈവത്തിന് ഹിതകരമായി മുന്നോട്ട് നയിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്ത് ഉടമ്പടി എടുക്കുമ്പോൾ ശാരീരികമായ എല്ലാ പരിമിതികളെയും അതിലംഘിച്ചുകൊണ്ട് ദൈവികമായ സംരക്ഷണത്തിൽ വലിയ സന്തോഷത്തിൻ്റെ ജീവിതം, വലിയ അനുഗ്രഹത്തിൻ്റെ ജീവിതം, സന്താന സൗഭാഗ്യത്തിൻ്റെ ജീവിതം ലഭിക്കുന്നത് എന്നും ഈ അൾത്താരയിൽ പ്രഘോഷിക്കപ്പെടാറുണ്ട്. അതിലേക്കാണ് ഈ കുടുംബവും ഇന്ന് ഇവരുടെ ദാമ്പത്യ ജീവിതത്തെ ചേർത്ത് വെച്ച് ദൈവനാമത്തെ സ്തുതിക്കുന്നത്.